ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ SSLC മാത്സിലെ അരിത്മെറ്റിക് സീക്വൻസസ് ആൻഡ് ആൽജിബ്ര എന്ന് പറയുന്ന പാഠമാണ് പഠിക്കാൻ പോകുന്നത്. ഇത് അത്യാവശ്യം എളുപ്പമുള്ള ചാപ്റ്ററാണ്. നമുക്കത് കുറച്ച് ടോപ്പിക്സേ പഠിക്കാനുള്ളൂ. സോ എല്ലാവരും ക്ലാസ് ശ്രദ്ധിച്ചിരിക്കുക. അതുപോലെ തന്നെ ഈ വീഡിയോയിൽ ഞാൻ അത്യാവശ്യം ക്വസ്റ്റ്യൻസ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കാരണം നമുക്ക് ഈ ഒരു ചാപ്റ്ററൊക്കെ ക്വസ്റ്റ്യൻസ് ചെയ്താൽ മാത്രമേ മനസ്സിലാവുള്ളൂ. സോ അതുകൊണ്ട് ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻസ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ പോലെ നമുക്കൊരു അരിത്മെറ്റിക് സീക്വൻസ് എന്താണെന്ന് നോക്കാം. അതെല്ലാവർക്കും അറിയുന്ന കാര്യമായിരിക്കും. ഒരു അരിത്മെറ്റിക് സീക്വൻസ് എന്ന് പറയുന്നത് ഏതൊരു പൊസിഷനിലെയും അടുത്തടുത്ത രണ്ട് ടേംസ് എടുത്താൽ അവർ തമ്മിലുള്ള ഡിഫറൻസ് സെയിം ആയിരിക്കണം, അല്ലേ? ഉദാഹരണത്തിന് ഒരു അരിത്മെറ്റിക് സീക്വൻസ് ചെയ്താണെങ്കിൽ ഈവൺ നമ്പേഴ്സിൻ്റെ സീക്വൻസ് ഒരു അരിത്മെറ്റിക് സീക്വൻസ് ആണ്. അതുപോലെ ഓഡ് നമ്പേഴ്സിൻ്റെ സീക്വൻസ് ഒരു അരിത്മെറ്റിക് സീക്വൻസ് ആണ്. അതുപോലെ നമ്മുടെ നാച്ചുറൽ നമ്പേഴ്സിൻ്റെ സീക്വൻസും ഒരു അരിത്മെറ്റിക് സീക്വൻസ് ആണ്. ഇനി അതല്ലാതെ പറയുകയാണെങ്കിൽ കുറച്ച് എക്സാമ്പിൾസ് നോക്കുമ്പോൾ 5, 10, 15, 20 എക്സെട്ര ഇതൊരു അരിത്മെറ്റിക് സീക്വൻസ് ആണ്. അതുപോലെ 3, 6, 9 എക്സെട്ര ഇതൊരു അരിത്മെറ്റിക് സീക്വൻസ് ആണ്. പിന്നെ അതും അല്ലെങ്കിൽ നമ്മൾ വേറെ രീതിയിൽ ഇതാണെങ്കിൽ 6, 12, 18 എക്സെട്ര. അപ്പോൾ ഇതൊക്കെയാണ് അരിത്മെറ്റിക് സീക്വൻസിന് എക്സാമ്പിൾസ്. ഇനിയും ഒരുപാട് എക്സാമ്പിൾസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെയൊക്കെ പ്രത്യേകത എന്താണ്? അടുത്തടുത്ത രണ്ട് ടേമുകൾ തമ്മിലുള്ള ഡിഫറൻസ് എപ്പോഴും സെയിം ആയിരിക്കും. അതോ ഇപ്പോൾ രണ്ടാമത്തെ ടേമിലും ഒന്നാമത്തെ ടേമിനും ഇടയിലുള്ള ഡിഫറൻസ് 5 ആണെങ്കിൽ മൂന്നാമത്തെ ടേമിനും രണ്ടാമത്തെ ടേമിനും ഇടയിലുള്ള ഡിഫറൻസും 5 ആയിരിക്കും. ഇതൊക്കെ നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററിൽ പഠിച്ചതാണ്. ഞാൻ ജസ്റ്റ് പറയുന്നതേ ഉള്ളൂ. ഈ ഒരു ചാപ്റ്റർ പഠിക്കുമ്പം ഒരു ഇൻട്രൊഡക്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ നന്നായിരിക്കും. ഈ ഒരു കാര്യം ഒന്ന് ഓർത്ത് വെക്കാം. അപ്പോൾ ഇനി നമുക്ക് എന്തായാലും ഈ ചാപ്റ്ററിലെ മെയിൻ ടോപ്പിക്സിലേക്ക് കടക്കാം. അപ്പോൾ ആദ്യം എനിക്ക് നിങ്ങളോടൊരു കാര്യം പറയാനുള്ളത്, ഈ ചാപ്റ്ററിൽ നമ്മൾ രണ്ട് കാര്യങ്ങൾ പഠിക്കും. ഒന്ന് XN, രണ്ടാമത്തത് SN. അപ്പോൾ ഇത് രണ്ടും കൂടുതൽ പേർക്കും കുറച്ച് മാറ്റം വരുന്നത് കാണാം. ചിലവർ SN കേൾക്കുമ്പോൾ XN ആണെന്ന് കരുതും. സോ അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ രണ്ട് കാര്യങ്ങളൊന്ന് ക്ലിയർ ചെയ്തിട്ട് നമുക്ക് ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യാം. XN നമ്മൾ ഉപയോഗിക്കുന്നതെന്ന് പറയുമ്പം ഒരു പ്രത്യേക പൊസിഷനിലുള്ള ടേം കണ്ടുപിടിക്കാനാണ്. ഉദാഹരണത്തിന് ഒരു അരിത്മെറ്റിക് സീക്വൻസ് തന്നിട്ട് nth ടേം കണ്ടുപിടിക്കാൻ പറയാണ്. അഥവാ ഇപ്പോൾ ഒന്നാമത്തെ ടേം അല്ലെങ്കിൽ രണ്ടാമത്തെ ടേം അതല്ലെങ്കിൽ മൂന്നാമത്തെ ടേം ഒക്കെ കണ്ടുപിടിക്കാൻ പറയുകയാണെങ്കിലാണ് നമ്മൾ XN ഉപയോഗിക്കുക. ഓക്കെ, അപ്പം ഇങ്ങനെയുള്ള അത് മാത്രമല്ല, നമുക്ക് XN ഉപയോഗിച്ചിട്ട് ആൽജിബ്രൈക് ഫോം ഉണ്ടാക്കാനും കൂടി ഉണ്ട്. അപ്പോൾ ഇതിനൊക്കെയാണ് നമ്മൾ XN ഉപയോഗിക്കുക. ഇനി SN എന്ന് പറയുന്നത് സം ഓഫ് n ടേംസ് ആണ്. അഥവാ ഇപ്പം ഒരു അരിത്മെറ്റിക് സീക്വൻസിൻ്റെ ആദ്യത്തെ 10 ടേമുകൾ ആഡ് ചെയ്താൽ എത്രയാണ്, അതല്ലെങ്കിൽ ആദ്യത്തെ 15 ടേമുകൾ ആഡ് ചെയ്താൽ എത്രയാണ്, അങ്ങനെ ഒരു സമ്മിനെ കുറിച്ച് പറയുന്നതാണ് SN. സോ ഇത് രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കുക. ഓക്കെ, ഇത് സം ഓഫ് n ടേംസ്, ഇതെന്ന് പറയുന്നത് ടു ഫൈൻഡ് nth ടേം, പ്രത്യേക പൊസിഷനിലുള്ള ഒരു ടേം കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതാണ് ഇത് രണ്ടും തമ്മിലുള്ളൊരു ഡിഫറൻസ് വരുന്നത്. സോ നമുക്ക് ഇനി എന്തായാലും ചാപ്റ്ററിലേക്ക് കിടക്കാം. അപ്പോൾ ഫസ്റ്റ് നമ്മൾ XN ആണ് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ആൽജിബ്രിക് ഫോം XN ഇസ് ഈക്വൽ ടു AN പ്ലസ് B എന്നുള്ളതാണ് നമ്മൾ ജനറൽ ഫോം ചെയ്ത. ഓക്കെ, XN ഇസ് ഈക്വൽ ടു AN പ്ലസ് B. ഇതിൽ A എന്ന് പറയുന്നത് നമ്മുടെ അരിത്മെറ്റിക് സീക്വൻസിൻ്റെ കോമൺ ഡിഫറൻസ് ആയിരിക്കും. അതുപോലെ B എന്ന് പറയുന്നത് അരിത്മെറ്റിക് സീക്വൻസിൻ്റെ ഫസ്റ്റ് ടേമിൽ നിന്ന് കോമൺ ഡിഫറൻസ് മൈനസ് ചെയ്താലുള്ള ആൻസർ ആയിരിക്കും. XN ഈസ് ഈക്വൽ ടു AN പ്ലസ് B എന്നുള്ളതാണ് കോമൺ ഫോമുല. അതിൽ A എന്ന് പറയുന്നത് കോമൺ ഡിഫറൻസ് ആയിരിക്കും, B എന്ന് പറയുന്നത് ഫസ്റ്റ് ടേമിൽ നിന്ന് കോമൺ ഡിഫറൻസ് മൈനസ് ചെയ്താലുള്ള നമ്പർ ആയിരിക്കും. ഓക്കെ, അപ്പോൾ അഥവാ നമ്മൾ ഇതിനൊന്ന് മാറ്റി ചെയ്താണെങ്കിൽ XN ഈസ് ഈക്വൽ ടു എക്ക് പകരം D ഇട്ട് കൊടുക്കുക, DN പ്ലസ് ബിക്ക് പകരം F മൈനസ് D. ഇങ്ങനെയാണ് നമ്മുടെ ക്ലിയർ ഫോമുല വരുന്നത്. ഈ ഒരു ഫോമുല നിങ്ങൾ പഠിച്ചു വെക്കുക. ഇത് നമുക്ക് ക്വസ്റ്റ്യൻസിലൊക്കെ ആവശ്യമുള്ളതാണ്. സോ ഇത് നിങ്ങൾ ബൈ ഹാർട്ട് ചെയ്ത് നോക്കാം. അപ്പം ആദ്യം ഈ ടേമിൽ ഓരോ കാര്യങ്ങളും എന്താണെന്ന് പറഞ്ഞുതരാം. D എന്ന് പറയുന്നത് കോമൺ ഡിഫറൻസ് ആണ്. തന്നിരിക്കുന്ന അരിത്മെറ്റിക് സീക്വൻസിൻ്റെ കോമൺ ഡിഫറൻസ് ആണ് D. F എന്ന് പറയുന്നത് ഫസ്റ്റ് ടേം. പിന്നെ XNൽ N എന്ന് പറയുന്നത്, ഇപ്പോൾ നമ്മളോട് ക്വസ്റ്റ്യനിൽ 10ാമത്തെ ടേമാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞതെങ്കിൽ N എന്ന് പറയുന്നത് 10 ആയിരിക്കും. ഇനി അല്ല 20ാമത്തെ ടേമാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞെങ്കിൽ N എന്ന് പറയുന്നത് 20 ആയിരിക്കും. അങ്ങനെ. ഓക്കെ, എത്രാമത്തെ ടേമാണോ കണ്ടുപിടിക്കാൻ പറയുന്നത് ആ നമ്പർ, ഒരു സ്പെസിഫിക് നമ്പർ ആയിരിക്കും N എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു കാര്യം ഒന്ന് ഓർത്ത് വെക്കുക. അപ്പോൾ ഇതാണ് ഈ ഒരു ഫോമുലയെ പറ്റി നിങ്ങൾ പഠിച്ചു വെക്കേണ്ടത്. ഇനി ഈ ഒരു ക്വസ്റ്റ്യൻ വെച്ചിട്ട് ചോദിക്കാൻ ചാൻസ് അല്ല. ഒന്നാമത്തെ ടൈപ്പ് ക്വസ്റ്റ്യൻ
2,4,6,8 എക്സെട്ര. ഇങ്ങനെ ഒരു സീക്വൻസ് ഉണ്ട്. ഫസ്റ്റ് ഇതിൻ്റെ കോമൺ ഡിഫറൻസ് എത്രയാണെന്ന് ചോദിച്ചാൽ നമുക്ക് വളരെ എളുപ്പമാണ്. കോമൺ ഡിഫറൻസ് ഈസ് ഈക്വൽ ടു 4 - 2 2 അല്ല, രണ്ടാമത്തെ ടേമിൽ നിന്ന് ഒന്നാമത്തെ ടേമിന് മൈനസ് ചെയ്താൽ മതി. ഇനി നമ്മളോട് ചോദിക്കുകയാണ് ഈ സീക്വൻസിലെ ഒരു 10ാമത്തെ ടേം കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ സാധാരണ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? 2ൽ നിന്ന് 4 വന്നു, 4ൽ നിന്ന് 6 വന്നു, 6ൽ നിന്ന് 8 വന്നു, അങ്ങനെയാണെങ്കിൽ അടുത്തത് 10, അതിൻ്റെ അടുത്ത് 12, 14, 16 അങ്ങനെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാം. പക്ഷേ ഈ ഒരു ഫോർമുല ഉണ്ടെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ പറ്റും. അഥവാ നമുക്കറിയുന്ന ഫോർമുല എന്ന് പറയുന്നത് xn = dn + f - d. നമ്മളോട് ചോദിക്കുന്നത് 10ാമത്തെ ടേം കണ്ടുപിടിക്കാനാണ് അല്ലേ, 10th ടേം കണ്ടുപിടിക്കാനാണ്. സോ എന്നിന് പകരം 10 ഇട്ട് കൊടുക്കുക. കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നത് സീക്വൻസിൻ്റെ കോമൺ ഡിഫറൻസ് 2 ആണ്, നമ്മൾ കണ്ടുപിടിച്ചു. ഫസ്റ്റ് ടേം എന്ന് പറയുമ്പോൾ സീക്വൻസിലെ ഒന്നാമത്തെ ടേം. ഇനി ഇതിനെ നമ്മുടെ ഫോർമുലയിൽ ഇട്ട് കൊടുക്കുക. x10 = d എന്ന് പറയുന്നത് 2 ആണ്, ഇൻറ്റു n എന്ന് പറയുന്നത് 10 ആണ്, പ്ലസ് f എന്ന് പറയുന്നത് 2 ആണ്, മൈനസ് d എന്ന് പറയുന്നത് വീണ്ടും 2 ആണ്. സോ നമ്മളിതിനെ കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ x10 = 20 എന്ന് കിട്ടും. 2 × 10 20, 2 - 2 0. സോ 20 ആയിരിക്കും ആൻസർ വരിക. ഓക്കെ, അപ്പോൾ ഈ രീതിയിലാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ആണ് ഒന്നാമത്തെ ടൈപ്പ് നമ്മളോട് ചോദിക്കാൻ ചാൻസ് ഉള്ളത്. ഇനി രണ്ടാമത്തെ ടൈപ്പ് ക്വസ്റ്റ്യൻ നമുക്ക് വരാൻ ചാൻസ് ഉള്ളത് ആൽജിബ്രിക് ഫോം കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ആൽജിബ്രിക് ഫോം കണ്ടുപിടിക്കാനുള്ള ക്വസ്റ്റ്യൻ ആണ് വരുന്നതെങ്കിൽ നിങ്ങൾ എന്നിന് വാല്യൂ ഇട്ട് കൊടുക്കാതിരിക്കുക. അഥവാ ഇപ്പോൾ ഈ ഒരു സീക്വൻസിൻ്റെ ആൽജിബ്രിക് ഫോം കണ്ടുപിടിക്കാൻ പറയുകയാണെന്നിരിക്കട്ടെ, അപ്പോൾ നിങ്ങൾ എന്നിന് വാല്യൂ ഇട്ട് കൊടുക്കരുത്, ബാക്കിയുള്ളതിനൊക്കെ വാല്യൂ ഇട്ട് കൊടുക്കുക. അഥവാ xn = dn + f - d എന്നുള്ള ഫോർമുല തന്നെ ഉപയോഗിക്കുക. എന്നിന് നമ്മൾ വാല്യൂ ഇട്ട് കൊടുക്കരുത്, സോ xn തന്നെ എഴുതി കൊടുക്കുക. d എന്ന് പറയുന്നത് സീക്വൻസിൻ്റെ കോമൺ ഡിഫറൻസ്, അത് 2 ആണ്, എന്നിന് വാല്യൂ ഇട്ട് കൊടുക്കാതിരിക്കുക. പ്ലസ് f എന്ന് പറയുന്നത് 2 ആണ്, മൈനസ് d എന്ന് പറയുന്നത് 2 ആണ്. സോ xn = 2n എന്നുള്ളതാണ് നമ്മുടെ ആൽജിബ്രിക് ഫോം കിട്ടുക. അപ്പോൾ ഇങ്ങനെയാണ് നമ്മളൊരു സീക്വൻസിൻ്റെ ആൽജിബ്രിക് ഫോർമുല കണ്ടുപിടിക്കുക. അപ്പോൾ ഈ ഒരു 2 ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് ഈ ഭാഗത്ത് നിന്ന് വരിക. ഒന്നാമത്തെ ടൈപ്പ് സീക്വൻസ് വന്നിട്ട് nth ടേം കണ്ടുപിടിക്കാനുള്ള ടൈപ്പ് ക്വസ്റ്റ്യനും, രണ്ടാമത്തത് ആൽജിബ്രിക് ഫോം കണ്ടുപിടിക്കാനുള്ള ടൈപ്പ് ക്വസ്റ്റ്യനും. സോ ആൽജിബ്രിക് ഫോം കണ്ടുപിടിക്കാനുള്ള ക്വസ്റ്റ്യനിൽ ഞാനൊരു 3 ക്വസ്റ്റ്യൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിൻ്റെയൊക്കെ ആൽജിബ്രിക് ഫോർമുല നമുക്കൊന്ന് കണ്ടുപിടിച്ച് നോക്കാം. ക്വസ്റ്റ്യൻ എന്താണ്? ഫൈൻഡ് ദ ആൽജിബ്രിക് ഫോം ഓഫ് ദ അരിത്മെറ്റിക് സീക്വൻസസ് ഗിവൺ ബിലോ. താഴെ തന്നിരിക്കുന്ന അരിത്മെറ്റിക് സീക്വൻസുകളുടെ ആൽജിബ്രിക് ഫോം കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ചോദ്യം. സോ ഇവിടെ ഒരു 3 സീക്വൻസുകൾ തന്നിട്ടുണ്ട്. ഒന്നാമത്തത് 1, 6, 11, 16 എക്സെട്ര, രണ്ടാമത്തത് 2, 7, 12, 17 എക്സെട്ര, മൂന്നാമത്തത് 21, 32, 43, 54 എക്സെട്ര. ഈ ഒരു അരിത്മെറ്റിക് സീക്വൻസിൻ്റെ ഒക്കെ ആൽജിബ്രിക് ഫോമാണ് നമുക്ക് ഉണ്ടാക്കേണ്ടത്. സോ നമുക്ക് ആൻസർ ചെയ്യാം. അപ്പോൾ ആൻസർ എഴുതുമ്പം നമ്മൾ ആദ്യം എന്ത് ചെയ്യുക, നമ്മുടെ ഇക്വേഷൻ എഴുതി വെക്കുക. xn = dn + f - d എന്നുള്ളതാണ് ഇക്വേഷൻ. ഇനി ഒന്നാമത്തെ സീക്വൻസിൻ്റെ ആണ് ഫസ്റ്റ് കണ്ടുപിടിക്കുന്നത്. സോ 1, 6, 11, 16 എക്സെട്ര. അപ്പം നമുക്കറിയാം ആൽജിബ്രിക് ഫോം കണ്ടുപിടിക്കാൻ ചോദിച്ചു കഴിഞ്ഞാൽ എന്നിന് നമ്മൾ വാല്യൂ ഇട്ട് കൊടുക്കരുത്. ഇങ്ങനെ ആൽജിബ്രിക് ഫോം കണ്ടുപിടിക്കാൻ തരുന്ന ക്വസ്റ്റ്യൻസിൽ എന്നിൻ്റെ വാല്യൂ തരില്ല. സോ അതുകൊണ്ട് നിങ്ങൾക്ക് എളുപ്പമായിരിക്കും. ഇനി അഥവാ എന്നിൻ്റെ വാല്യൂ തന്നിട്ടുണ്ടെങ്കിൽ പോലും നിങ്ങൾ എന്നിൻ്റെ വാല്യൂ ഇട്ട് കൊടുക്കാതെ എഴുതിയാൽ മാത്രമാണ് അത് ആൽജിബ്രിക് ഫോർമുല ആവുള്ളൂ. സോ നമുക്ക് ഈ ഒരു സീക്വൻസിൻ്റെ ആൽജിബ്രിക് ഫോർമുല കണ്ടുപിടിക്കാം. അപ്പോൾ ഇതിൽ ഈ ഒരു ഇക്വേഷനിൽ n ഒഴികെയുള്ള ബാക്കിയുള്ള ടേംസ് ഒക്കെ കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. ഫസ്റ്റ് കോമൺ ഡിഫറൻസ് വേണം. കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നത് രണ്ടാമത്തെ ടേമിൽ നിന്ന് ഒന്നാമത്തെ ടേമിന് മൈനസ് ചെയ്യുക. 6 - 1 5. ഇനി എഫ് ഫസ്റ്റ് ടേം വേണം. ഫസ്റ്റ് ടേം എന്ന് പറയുന്നത് 1 ആണ്. സോ അത് രണ്ടും എഴുതി കൊടുത്തു കഴിഞ്ഞു. ഇത് നമ്മുടെ ഫോർമുലയിൽ ഇട്ട് കൊടുക്കുക. xn = dn + f - d ആണ്. എന്നിന് വാല്യൂ ഇട്ട് കൊടുക്കരുത്. xn = d എന്ന് പറയുന്നത് 5 അല്ലേ, കോമൺ ഡിഫറൻസ് 5, n പ്ലസ് ഫസ്റ്റ് ടേം എന്ന് പറയുന്നത് 1 മൈനസ് d എന്ന് പറയുന്നത് 5. xn = 5n. 1 - 5 എന്ന് പറയുന്നത് -4 ആണ്. സോ 5n - 4 എന്നാണ് ആൽജിബ്രിക് ഫോർമുല വരിക. ഇപ്പോൾ രണ്ടാമത്തെ സീക്വൻസ് എന്ന് പറയുന്നത് 2, 7, 12, 17 എക്സെട്ര. അപ്പോൾ ആദ്യം നമ്മൾ ഫോർമുല എഴുതി കൊടുക്കുക. xn = dn + f - d.
ഇതിൽ n ഒഴികെയുള്ള ബാക്കിയുള്ള ടേംസ് നമ്മൾ കണ്ടുപിടിക്കുക. d എന്ന് പറയുന്നത് കോമൺ ഡിഫറൻസ്. കോമൺ ഡിഫറൻസ് എന്ന് പറയുമ്പം രണ്ടാമത്തെ ടേമിൽ നിന്ന് ഒന്നാമത്തെ ടേമിനെ മൈനസ് ചെയ്യുക. എത്രയാണ് വരിക? 5. ഫസ്റ്റ് ടേം എന്ന് പറയുന്നത് 2. ഇത് നമ്മുടെ ഫോർമുലയിൽ ഇട്ട് കൊടുക്കാം. എക്സ് എന്നിന് പകരം എന്നിൻ്റെ അവിടെ നമ്മൾ ഒന്നും ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല. എക്സ് എന്ന് തന്നെ എഴുതുക. d എന്ന് പറയുന്നത് 5n പ്ലസ് ഫസ്റ്റ് ടേം 2 ആണ്, മൈനസ് d എന്ന് പറയുന്നത് വീണ്ടും 5. അപ്പോൾ എക്സ് എൻ ഇസ് ഈക്വൽ ടു 5n. 2 മൈനസ് 5 എന്ന് പറയുന്നത് -3 ആണ്. സോ 5n -3 എന്നാണ് വരിക. അപ്പോൾ ഇതാണ് നമ്മുടെ ഈ സീക്വൻസിൻ്റെ ആൾജിബ്രിക് ഫോർമുല. ഇതുപോലെ നമുക്ക് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ കൂടി ചെയ്യാം. മൂന്നാമത്തെ സീക്വൻസ് 21, 32, 43, 54. അപ്പോൾ ഇത് നമുക്ക് ഫോർമുല അറിയാം. എക്സ് എൻ ഈസ് ഈക്വൽ ടു dn പ്ലസ് f മൈനസ് d. ഇതിൽ എന്നിൻ്റെ വാല്യൂ അല്ലാതെ ബാക്കിയെല്ലാം കണ്ടുപിടിക്കുക. d എന്ന് പറയുന്നത് രണ്ടാമത്തെ ടേമിൽ നിന്ന് ഒന്നാമത്തെ ടേമിനെ മൈനസ് ചെയ്യുക. 32 മൈനസ് 21 അത് എത്രയാണ്? 11. ഫസ്റ്റ് ടേം എന്ന് പറയുന്നത് ഇവിടെ 21 ആണ്. സോ നമ്മൾ ഇക്വേഷൻ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ എക്സ് എൻ ഈസ് ഈക്വൽ ടു d എന്ന് പറയുന്നത് 11, എന്നിന് പകരം നമ്മളൊന്നും ഇട്ട് കൊടുക്കണ്ട. f എന്ന് പറയുന്നത് 21 മൈനസ് d എന്ന് പറയുന്നത് വീണ്ടും 11. അപ്പോൾ എക്സ് എൻ ഈസ് ഈക്വൽ ടു 11n പ്ലസ് 21 മൈനസ് 11 എന്ന് പറയുന്നത് 10. അപ്പം ഇങ്ങനെയാണ് ഈ ഒരു സീക്വൻസിൻ്റെ ആൾജിബ്രിക് ഫോർമുല വരിക. ഈ ഒരു രീതിയിലാണ് നമ്മൾ ഏതൊരു സീക്വൻസ് വന്നാലും അതിൻ്റെ ആൾജിബ്രിക് ഫോർമുല കണ്ടുപിടിക്കുക. നിങ്ങളോട് ഓർത്തിരിക്കേണ്ടത് ഇത്ര മാത്രമേ ഉള്ളൂ. നമ്മളോട് ഒരു പ്രത്യേക പൊസിഷനിലുള്ള ടേം കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ, അതായത് ഇപ്പോൾ രണ്ടാമത്തെ ടേം 10ാമത്തെ ടേം ഒക്കെ കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ നമ്മൾ എന്നിന് ആ വാല്യൂ ഇട്ട് കൊടുത്ത് ചെയ്യാം. ഇനി അതല്ല ജസ്റ്റ് ആൾജിബ്രിക് ഫോർമുല എഴുതാൻ പറയുക, അല്ലെങ്കിൽ ജസ്റ്റ് nth ടേമിനുള്ള ഫോർമുല എഴുതാൻ പറയാം. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഈ രീതിയിലാണ് എന്നിന് വാല്യൂ കൊടുക്കാതെയാണ് ആൻസർ ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ഈ ഒരു കാര്യം മാത്രം ഒന്ന് ഓർത്ത് വെക്കുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത ടോപ്പിക്കിലേക്ക് കിടക്കാം. നമുക്ക് പഠിക്കാനുള്ളത് സംസ് ആണ്, അഥവാ SN. ഓക്കെ, SNൻ്റെ ജനറൽ ഇക്വേഷൻ നിങ്ങൾ പഠിച്ചു വെക്കുക. SN ഈസ് ഈക്വൽ ടു n/2 ഇൻറ്റു x1 പ്ലസ് xn. ഓക്കെ, അപ്പോൾ ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഇപ്പോൾ നമുക്ക് ഒരു സീക്വൻസിൽ അടുത്തൊരു സീക്വൻസ് തരികയാണ്. എന്നിട്ട് ആ സീക്വൻസിൻ്റെ ഫസ്റ്റത്തെ 15 ടേമുകളുടെ സമ്മ് കണ്ടുപിടിക്കാൻ പറയുകയാണെന്നിരിക്കട്ടെ. അപ്പോൾ നിങ്ങൾ x1 എന്ന് പറയുന്നത് ഒന്നാമത്തെ ടേം ആയിരിക്കും, ഇനി xn എന്ന് പറയുന്നത് 15ാമത്തെ ടേം ആയിരിക്കും. ഓക്കെ, ആദ്യത്തെ 15 ടേമുകളുടെ സമ്മ് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ, ഇനി ഒരു 20 ടേമുകളുടെ സമ്മാണ് കണ്ടുപിടിക്കാൻ പറയുന്നതെങ്കിൽ x1 എന്ന് പറയുന്നത് എപ്പോഴും ആയിരത്തൊരു സീക്വൻസിൻ്റെ ഒന്നാമത്തെ ടേമാണ്. 20 ടേമുകളുടെ സമ്മാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞെങ്കിൽ xn എന്ന് പറയുന്നത് 20ാമത്തെ ടേം. ഓക്കെ, ഈ രീതിയിലാണെന്ന് മനസ്സിലാക്കി വെക്കേണ്ടത്. അപ്പോൾ 10 ടേമുകളുടെ ആണെങ്കിൽ എന്ത് വരും? x1 എന്ന് പറയുന്നത് എപ്പോഴും ഒന്നാമത്തെ ടേമാണ്, xn എന്ന് പറയുന്നത് അവിടെ 10ാമത്തെ ടേം ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇതൊന്ന് ഓർത്ത് വെക്കുക. ഇങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ ഒരു സീക്വൻസ് അന്ന് ഇത്ര ടേമുകളുടെ സമ്മ് കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞാൽ ആ സീക്വൻസിൻ്റെ ഒന്നാമത്തെ ടേം എടുക്കുക, അത് x1, ലാസ്റ്റത്തെ ടേം എടുക്കുക, അത് xn. ആ രീതിയിൽ ഇട്ടിട്ടാണ് ചെയ്യാൻ. n എന്ന് പറയുന്നത് ഇപ്പം 10 ടേമുകളുടെ സമ്മാണ് കണ്ടുപിടിക്കാൻ പറയുന്നെങ്കിൽ n 10, 20 ടേമുകളുടെ സമ്മാണ് കണ്ടുപിടിക്കാൻ പറയുന്നെങ്കിൽ n 20. അങ്ങനെ ആ ഒരു നമ്പറാണ് നമ്മൾ എന്നിന് പകരം ഇട്ട് കൊടുക്കേണ്ടത്. അപ്പോൾ ഇതാണ് ഈ ഒരു ഫോർമുലയെ പറ്റി പഠിച്ചു വെക്കേണ്ടത്. അപ്പോൾ ഇത് ജനറൽ ഫോർമുല, സമ്മ് കണ്ടുപിടിക്കാനുള്ള ജനറൽ ഫോർമുലയാണ് SN ഈസ് ഈക്വൽ ടു n/2 ഇൻറ്റു x1 പ്ലസ് xn. ഇത് നമുക്ക് ഏതൊരു സീക്വൻസ് വന്നിട്ട്, ഏതൊരു അരിത്മെറ്റിക് സീക്വൻസ് വന്നിട്ട് അതിൻ്റെ സമ്മ് കണ്ടുപിടിക്കാൻ പറഞ്ഞാലും നമുക്ക് ഈ ഫോർമുല ഉപയോഗിക്കാം. അതല്ലാതെ നമുക്ക് സ്പെസിഫിക് ആയിട്ട് ഓരോ സീക്വൻസുകൾക്ക് ഓരോ ഫോർമുലയുണ്ട്. അഥവാ ഇപ്പം നമ്മുടെ നാച്ചുറൽ നമ്പർ സീക്വൻസ് എന്ന് പറയുമ്പോൾ എന്താ, എല്ലാവർക്കും അറിയാം. 1, 2, 3, 4, 5 എക്സെട്ര. ഈ സീക്വൻസിൻ്റെ സമ്മ് കണ്ടുപിടിക്കാനുള്ള ഫോർമുല എന്ന് പറയുന്നത് SN ഈസ് ഈക്വൽ ടു n ഇൻറ്റു n പ്ലസ് 1/2. അപ്പോൾ അതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണ്? SN ഈസ് ഈക്വൽ ടു n ഇൻറ്റു n പ്ലസ് 1/2 ചെയ്താൽ മാത്രമാണോ നാച്ചുറൽ നമ്പറിൻ്റെ സമ്മ് കിട്ടുക? അല്ല, നമുക്ക് ഈ ഒരു ഫോർമുലയിൽ ഇട്ട് കഴിഞ്ഞാലും നാച്ചുറൽ നമ്പേഴ്സിൻ്റെ സമ്മ് കിട്ടും. ഏതൊരു സീക്വൻസിൻ്റെ സമ്മ് കിട്ടാനും നമ്മൾ ഈ ഒരു ഫോർമുല ഉപയോഗിച്ചാൽ മതി. പക്ഷെ നമ്മളോടിപ്പം 1 മാർക്കിനൊക്കെ ചോദിക്കുകയാണ് ഇത്രയും നാച്ചുറൽ നമ്പേഴ്സിൻ്റെ സമ്മ് കണ്ടുപിടിക്കുക, അപ്പോൾ നമ്മൾ ഈ ഒരു ഫോർമുല ഉപയോഗിക്കുക. SN ഈസ് ഈക്വൽ ടു n ഇൻറ്റു n പ്ലസ് 1/2. ഓക്കെ, ആ രീതിയിലാണ് ഉപയോഗിക്കേണ്ടത്. ഇവിടെ n എന്ന് പറയുന്നത് എന്താണ്? എത്ര ടേമുകളുടെ സമ്മാണ് കണ്ടുപിടിക്കാൻ പറയുന്നത്. ഇപ്പം ആദ്യത്തെ 10 നാച്ചുറൽ നമ്പേഴ്സിൻ്റെ സമ്മ് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ n 10 ആയിരിക്കും. ആദ്യത്തെ 20 നാച്ചുറൽ നമ്പേഴ്സിൻ്റെ സമ്മ് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ n 20 ആയിരിക്കും. ആ രീതിയിൽ
ഇനി ഈവൺ നമ്പർ എന്താണ്? ഈവൺ നമ്പർ നമുക്കറിയാം 2, 4, 6, 8, 10, എക്സെട്ര. ഇതിൻ്റെ സം കണ്ടുപിടിക്കാനുള്ള ഫോർമുല എന്ന് പറയുന്നത് Sn = n × n+1. ഇവിടെ ബൈ 2 ഉണ്ട്, ഇവിടെ ബൈ 2 ഇല്ല, അത്രേ വ്യത്യാസമുള്ളൂ. ഇനി ഓഡ് നമ്പേഴ്സ് എന്ന് പറയുമ്പോൾ 1, 3, 5, 7, 9 എക്സെട്ര. ഇതിൻ്റെ സം കണ്ടുപിടിക്കാനുള്ള ഫോർമുല n² എന്നുള്ളതാണ്. അഥവാ ഇപ്പം ആദ്യത്തെ 10 ഓഡ് നമ്പേഴ്സിൻ്റെ സം കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ 10². ആദ്യത്തെ 20 ഓഡ് നമ്പേഴ്സിൻ്റെ സം കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ 20². അങ്ങനെ ആ രീതിയിൽ ചെയ്താൽ ഓഡ് നമ്പേഴ്സിൻ്റെ സം കിട്ടും. അപ്പോൾ ഈ ഒരു 3 ഫോർമുല നിങ്ങൾ ജസ്റ്റ് പഠിച്ചു വെക്കുക. നിങ്ങൾക്ക് ഈ ഒരു ഫോർമുല അറിഞ്ഞാൽ തന്നെ ധാരാളമാണ്. ഇത് ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് എല്ലാ ക്വസ്റ്റ്യനും ആൻസർ ചെയ്യാം. പക്ഷെ നമുക്ക് 1 മാർക്കിനൊക്കെ കുറച്ച് നാച്ചുറൽ നമ്പേഴ്സിൻ്റെ സമ്മ് അല്ലെങ്കിൽ ഈവൺ നമ്പേഴ്സിൻ്റെ സമ്മ്, ഓഡ് നമ്പേഴ്സിൻ്റെ സമ്മൊക്കെ ചോദിച്ചാൽ ഈ ഫോർമുലകൾ ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് കൂടുതൽ പണിയില്ലാതെ എളുപ്പത്തിൽ കിട്ടും. സോ അതുകൊണ്ട് ഈ ഒരു ഫോർമുലകളൊന്ന് പഠിച്ചു വെക്കുക കേട്ടോ. ഇപ്പം കുറച്ച് ടേമുകളുടെ സമ്മ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻസ് പഠിച്ചിട്ടുണ്ട്. സോ അത് വെച്ചിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, കാൽക്കുലേറ്റ് ദ സം ഓഫ് ദ ഫസ്റ്റ് 25 ടേംസ് ഓഫ് ഈച്ച് ഓഫ് ദ AP ഗിവൺ ബിലോ. AP എന്ന് പറയുമ്പോൾ അരിത്മെറ്റിക് സീക്വൻസ് ഞാൻ ഷോർട്ടാക്കി എഴുതിയതാണ്. അതായത് താഴെ തന്നിരിക്കുന്ന അരിത്മെറ്റിക് സീക്വൻസുകളുടെ ആദ്യത്തെ 25 ടേംസിൻ്റെ സമ്മ് കണ്ടുപിടിക്കാനാണ് പറയുന്നത്. ഓക്കെ, നമുക്കിവിടെ കണ്ടുപിടിക്കേണ്ടത് S25 ആണ്. ഓരോ ക്വസ്റ്റ്യനും നമുക്കത് കണ്ടുപിടിക്കാനുണ്ട്. സോ നമുക്ക് ആദ്യം ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എടുക്കാം. സീക്വൻസ് എന്താണ്? 11, 22, 33 എക്സെട്ര. നമുക്കറിയാം Sn കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്തായിരുന്നു? Sn = n/2 × x1 + xn. n എന്ന് പറയുന്നത് നമുക്ക് എത്ര ടേംസ് ആണ് കണ്ടുപിടിക്കാനുള്ളത്, അതാണ് n. സോ n ഇവിടെ എന്താണ്? 25 ആണ്. സോ n 25 ആണ്. x1 എന്ന് പറയുമ്പം സീക്വൻസിൻ്റെ ഒന്നാമത്തെ ടേം. x1 ഇവിടെ എന്താണ്? 11. x1 11 ആണ്, n 25 ആണ്. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് xn. xn എന്ന് പറയുമ്പം ഇവിടെ എന്ത് വരും? 25ാമത്തെ ടേം, x25. ഓക്കെ, അപ്പോൾ x25 കണ്ടുപിടിക്കണമെങ്കിൽ നമുക്കറിയാം xn = dn + f - d എന്നുള്ളതാണ്. സോ x25 കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് ചെയ്യുക? d ഡിഫറൻസ് ആണ്, ഡിഫറൻസ് നമുക്ക് കണ്ടുപിടിക്കണം. ഇക്വേഷൻ നമ്മുടെ അരിത്മെറ്റിക് സീക്വൻസിൻ്റെ ഡിഫറൻസ് എത്രയാണ് വരിക? 22 രണ്ടാമത്തെ ടേമിൽ നിന്ന് ഒന്നാമത്തെ ടേമിന് മൈനസ് ചെയ്യുക, -11. അപ്പോൾ 11 ആണ് കിട്ടുക. അപ്പോൾ x25 = 11 × n പകരം 25 വരും, പ്ലസ് f എന്ന് പറയുന്നത് ഫസ്റ്റ് ടേം, അത് 11 ആണ്, മൈനസ് കോമൺ ഡിഫറൻസ് 11. സോ x25 = 11 × 25 എന്നാണ് വരിക. നമുക്കത് ചെയ്ത് നോക്കാം. 25 × 11, 5 1s 5, 2 1s 2, 1 5 5, 1 2 2. അപ്പോൾ 572 എന്നുള്ളതാണ് വരുന്നത്. ഇപ്പോൾ 275. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് S25 ആണ്. S25 = n എന്ന് പറയുന്നത് 25, n/2 എന്ന് പറയുമ്പം 25/2, x1 + xn എന്നുള്ളതാണ്. x1 11, xn നമ്മളിപ്പോൾ കണ്ടുപിടിച്ചു 275. സോ ഇത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുക. 25/2 × 11 + 275 എത്രയാണ്? 275 + 11, 6, 8, 2, 286. അപ്പം നമുക്കിവിടെ എന്ത് ചെയ്യാൻ പറ്റും? 286നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. എത്രയാണ് വരിക? 143 അല്ലേ? 286ൻ്റെ പകുതി 143 ആണ്. സോ 25 × 143 എന്നാണ് വരിക. അത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്താൽ നമുക്ക് ആൻസർ കിട്ടും. സോ 143 × 25, 3 5s are 15, 1 4 5s are 20, 20 + 1 21, 2 1 5s are 5 + 2 7, 2 3s are 6, 2 4s are 8, 2 1s are 2. സോ ഇത് കാൽക്കുലേറ്റ് ചെയ്യുമ്പം 5 7 15 3 3575 എന്നാണ് നമുക്ക് ആൻസർ കിട്ടുക. സോ 3575. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യത്തെ സീക്വൻസിൻ്റെ ഫസ്റ്റ് 25 ടേംസിൻ്റെ സമ്മ് 3575 ആണെന്ന് കണ്ടുപിടിച്ചു. ഇനി രണ്ടാമത്തെ സീക്വൻസ് എടുക്കാം. രണ്ടാമത്തെ സീക്വൻസ് എന്ന് പറയുമ്പം 12, 23, ഇവിടെ 24 അല്ല കേട്ടോ, 34 ആണ്. 34 ആണ് വരിക. അപ്പോൾ 34 എന്നാണ് വരിക. സോ 12, 23, 34 എക്സെട്ര. അപ്പോൾ ഈ സീക്വൻസിൻ്റെ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് S25 ആണ്. ആദ്യത്തെ 25 ടേംസിൻ്റെ സമ്മാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമുക്കറിയാം Snൻ്റെ ഫോർമുല എന്താണ്? n/2 × x1 + xn. ഇതിൽ n എന്ന് പറയുന്നത് 25 ആണ്. x1 എന്ന് പറയുമ്പം സീക്വൻസിൻ്റെ ഫസ്റ്റ് ടേം, അതെന്താണ്? 12 അല്ലേ? ഇനി xn എന്ന് പറയുമ്പം x25 ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്, അഥവാ 25ാമത്തെ ടേം.
സോ എക്സ് എൻ ഈസ് ഈക്വൽ ടു ഡി എൻ പ്ലസ് എഫ് മൈനസ് ഡി ആണ്. അപ്പോൾ x25 ഇസ് ഈക്വൽ ടു ഡി എന്ന് പറയുന്നത് കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി, രണ്ടാമത്തെ ടേമിൽ നിന്ന് ഒന്നാമത്തെ ടേമിന് മൈനസ് ചെയ്യുക. 23 മൈനസ് 12 എത്ര വരും, 11. സോ 11 എന്നല്ല, എന്നിന് പകരം നമ്മൾ 25 ഇട്ട് കൊടുക്കുക. പ്ലസ് എഫ് എന്ന് പറയുന്നത് ഫസ്റ്റ് ടേം, അത് എത്രയാണ്, 12 മൈനസ് ഡി എന്ന് പറയുന്നത് 11 ആണ്. സോ x25 ഇസ് ഈക്വൽ ടു 11 ഇൻറ്റു 25 എത്രയാണ് നമ്മളിപ്പം ഈ ക്വസ്റ്റ്യന് ചെയ്തതുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടെ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ 11 ഇൻറ്റു 25 എത്രയായിരുന്നു, 275. ഇപ്പോൾ 275 പ്ലസ് 12 മൈനസ് 11 എന്ന് പറയുമ്പോൾ 1. സോ 276 എന്നാണ് കിട്ടുന്നത്. 25ാമത്തെ ടേം 276 ആണെന്ന് കിട്ടി. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് S25 ആണ്. അപ്പോൾ S25 കണ്ടുപിടിക്കാൻ എന്നിന് നമ്മൾ 25 ഇട്ട് കൊടുക്കുക. 25/2 എന്ന് വരും. x1 പകരം ഒന്നാമത്തെ ടേം ഇട്ട് കൊടുക്കുക. ഒന്നാമത്തെ ടേം എന്താണ്, 12 പ്ലസ് x25 276. അപ്പോൾ എന്ത് വരും, S25 ഇസ് ഈക്വൽ ടു 25/2 ഇൻറ്റു 12 പ്ലസ് 276 എത്രയാണ്, 276 പ്ലസ് 12. 6 2 8, 7 1 8, പിന്നെ 2 288 സോ 288 ആൻസർ വരാം. 288ൻ്റെ പകുതി 144. സോ ഇവിടെ 2ഉം 288ഉം കട്ടായിട്ട് 144 വരും. അപ്പോൾ S25 ഇസ് ഈക്വൽ ടു 25 ഇൻറ്റു 144 ആണ് നമ്മൾ ചെയ്യേണ്ടത്. സോ 144 ഇൻറ്റു 25 ചെയ്ത് നോക്കാം. 4 ഇൻറ്റു 5 20, 2 4 ഇൻറ്റു 5 20, 20 പ്ലസ് 2 22, 2 1 5s are 5, പിന്നെ ഒരു 2ഉം കൂടി ഉണ്ട് 7, 2 4 8, 2 4 8, 2 1 2. ഇപ്പോൾ 0 0 1 8 8 16 1 3 3600 ആണ് നമുക്ക് ആൻസർ കിട്ടുക. അപ്പോൾ 3600. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ്റെ സമ്മ് കിട്ടുന്നത്. ഈ ഒരു സീക്വൻസിൻ്റെ ആദ്യത്തെ 25 ടേമുകളുടെ സമ്മാണ് നമുക്കിപ്പോൾ ഇവിടെ കിട്ടിയിട്ടുള്ളത്. മൂന്നാമത്തെ സീക്വൻസ്, മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് 21, 32, 43 എക്സെട്ര. ഈ സീക്വൻസിൻ്റെ ആണ് ആദ്യത്തെ 25 ടേമുകളുടെ സമ്മ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. നമുക്ക് നോക്കാം. അപ്പോൾ ഫസ്റ്റ് തന്നെ നമുക്ക് ഈ സീക്വൻസിൽ നിന്ന് കിട്ടുന്ന കാര്യങ്ങളൊക്കെ ഇവിടെ ഒന്ന് എഴുതിയെടുക്കാം കേട്ടോ. കോമൺ ഡിഫറൻസ് എന്ന് പറയുമ്പോൾ രണ്ടാമത്തെ ടേമിൽ നിന്ന് ഒന്നാമത്തെ ടേം മൈനസ് ചെയ്യാം. 32 മൈനസ് 21 11. ഇനി n എന്ന് പറയുന്നത് 25 ടേമുകളുടെ സമ്മാണ് കണ്ടുപിടിക്കാൻ പറയുന്നത്. സോ n 25 ആണ്. പിന്നെ ഫസ്റ്റ് ടേം അഥവാ x1 എന്ന് പറയുന്നത് 21 ആണ്. ഇത്രയും കാര്യങ്ങൾ നമ്മൾ എഴുതി വെച്ചിട്ടുണ്ട്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് S25 ആണ്. അപ്പോൾ അതിനായിട്ട് നമ്മുടെ ഇക്വേഷൻ എന്താണ്, Sn is equal to n/2 ഇൻറ്റു x1 പ്ലസ് xn. അപ്പോൾ ഇതിൽ n നമുക്കറിയാം, x1 ഒന്നാമത്തെ ടേം നമുക്കറിയാം, xn എന്ന് പറയുമ്പം 25ാമത്തെ ടേം അത് നമ്മൾ കണ്ടുപിടിക്കണം. സോ xn is equal to dn പ്ലസ് f മൈനസ് d എന്നുള്ളതാണ്. സോ x25 is equal to d എന്ന് പറയുന്നത് 11 ആണ്. 11 ഇൻറ്റു 25 പ്ലസ് എഫ് എന്ന് പറയുന്നത് 21 മൈനസ് ഡി എന്ന് പറയുന്നത് 11. അപ്പോൾ 11 ഇൻറ്റു 25 എത്രയാണ്, നമ്മൾ നേരത്തെ ക്വസ്റ്റ്യനിൽ തന്നെ ആൻസർ ചെയ്തിട്ടുണ്ടായിരുന്നു 275. അത് നിങ്ങൾ ഈ സൈഡിലൊന്ന് ചെയ്ത് നോക്കുക കേട്ടോ. നിങ്ങൾ ആൻസർ ചെയ്യുമ്പം ഈ സൈഡിലൊക്കെ നമ്മുടെ കാൽക്കുലേഷൻസ് ഒക്കെ എഴുതി വെക്കുക എക്സാമിന് എഴുതുമ്പം. അങ്ങനെയാണെങ്കിലാണ് നമുക്ക് ഒരു ഇംപ്രഷൻ ഉണ്ടാക്കാൻ പറ്റുക. പ്ലസ് 21 മൈനസ് 11 എന്ന് പറയുമ്പം എത്രയാണ് വരുന്നത്, 10. അപ്പോൾ 275 പ്ലസ് 10 എന്ന് പറയുമ്പം 285 ആണ് വരുന്നത്. അപ്പോൾ 25ാമത്തെ ടേം 285 ആണ്. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് S25 ആണ്. S25 ഇസ് ഈക്വൽ ടു എന്നിന് പകരം 25 ഇട്ട് കൊടുക്കുക /2. x1 എന്ന് പറയുമ്പം 21 പ്ലസ് xn എന്ന് പറയുമ്പം x25 അതെത്രയാണ് 285. ഇത് നമ്മൾ കണ്ടുപിടിക്കുകയാണെങ്കിൽ 25/2 ഇൻറ്റു 21 പ്ലസ് 285 എത്രയാണ് 285 പ്ലസ് 21. 5ഉം 1ഉം 6, 8ഉം 2ഉം 10 വരും, പിന്നെ 1 വരും, 1ഉം 2ഉം 3, 306 വരിക. ഇനി 306ൻ്റെ നമ്മൾ 2ൽ കട്ട് ചെയ്യുമ്പം എത്രയാണ് വരിക, 153 ആണ് കിട്ടുക അല്ലേ. 150 ഇൻറ്റു 2 ആണ് 300, പിന്നെ ഒരു 6ഉം കൂടി ഉണ്ട്. അപ്പോൾ 6നെ നമ്മൾ 2 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പം 3 വരും. സോ 153 ആണ് വരുന്നത്. സോ 25 ഇൻറ്റു 153 ആണ് നമ്മളിവിടെ ചെയ്യേണ്ടത്. അപ്പോൾ 153 ഇൻറ്റു 25, അപ്പോൾ 3 5s are 15 വരും, പിന്നെ 1 5 5 25 പ്ലസ് 1 26, 2 1 5 5 5ഉം 2ഉം 7, പിന്നെ 2 3 6, 2 5 10 വരും, 1 റിമൈനിങ് വരും, 2 1 2 ആണ്, പ്ലസ് 1 3.
5 6 6 12 1 8 3 ഇങ്ങനെയാണ് നമ്മുടെ ആൻസർ വരുന്നത്. 3825 എന്നുള്ളതാണ് ആൻസർ വരുന്നത്. അപ്പോൾ നമുക്ക് കിട്ടി 25 ടേമുകളുടെ സം എന്ന് പറയുന്നത് 3825 മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പം ഈ ക്വസ്റ്റ്യൻ നിങ്ങൾ ഒന്നൊറ്റക്ക് ചെയ്ത് നോക്കുക, അങ്ങനെയാണെങ്കിൽ മാത്രമേ എക്സാമിന് ചെയ്യാൻ കിട്ടുള്ളൂ. സോ ഇതെന്തായാലും ഒന്ന് പ്രാക്ടീസ് ചെയ്യുക. പിന്നെ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ഇത് കൂടാതെ കുറച്ച് സീക്വൻസുകളും കൊടുത്തിട്ടുണ്ട്, അതുകൂടെ പ്രാക്ടീസ് ചെയ്ത് നോക്കാം. നാച്ചുറൽ നമ്പറിൻ്റെയും ഓഡ് നമ്പറിൻ്റെയും ഈവൺ നമ്പറിൻ്റെയും ഇക്വേഷൻസ് പഠിച്ചു വെച്ചിട്ടുണ്ട്. സോ അതുകൊണ്ട് അതിൻ്റെ ഒരു 3 ക്വസ്റ്റ്യൻ ഞാനിവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. അതും കൂടെ നമുക്കൊന്ന് ജസ്റ്റ് പ്രാക്ടീസ് ചെയ്യുക. അതൊന്ന് മനസ്സിലാക്കാൻ വേണ്ടി മാത്രം പറഞ്ഞിരുന്നതാണ്. അപ്പോൾ അത് നിങ്ങൾ ആ ഇക്വേഷൻ പഠിക്കുകയാണെങ്കിൽ അത്രയും നല്ലതായിരിക്കും. അപ്പോൾ ഒന്നാമത്തെ ചോദ്യം എന്ന് പറയുന്നത് ഫൈൻഡ് ദ സം ഓഫ് ഫസ്റ്റ് 20 നാച്ചുറൽ നമ്പേഴ്സ്. ആദ്യത്തെ 20 നാച്ചുറൽ നമ്പേഴ്സിൻ്റെ സമ്മ് കണ്ടുപിടിക്കാനാണ് പറയുന്നത്. സോ നാച്ചുറൽ നമ്പേഴ്സിൻ്റെ സമ്മ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്താണ്? Sn ഈസ് ഈക്വൽ ടു n ഇൻറ്റു n+1/2. അപ്പോൾ ഇവിടെ 20 നാച്ചുറൽ നമ്പേഴ്സിൻ്റെ സമ്മാണ് കണ്ടുപിടിക്കാൻ പറയുന്നത് അല്ലേ. ആദ്യത്തെ 20 നാച്ചുറൽ നമ്പേഴ്സിൻ്റെ സമ്മാണ് കണ്ടുപിടിക്കാൻ പറയുന്നത്. സോ എന്നിന് പകരം നമ്മൾ 20 ഇട്ട് കൊടുക്കാം. അപ്പോൾ S20 ഈസ് ഈക്വൽ ടു 20 ഇൻറ്റു 20 + 1/2 എന്നാണ് വരിക. അപ്പോൾ 20 ഇൻറ്റു 21/2. 20 ഇൻറ്റു 21 എന്ന് പറയുമ്പം എത്ര വരും? 420 വരും. അവിടെ നിങ്ങൾക്ക് സൈഡിൽ ചെയ്ത് നോക്കാം കേട്ടോ. 21 ഇൻറ്റു 2 ചെയ്തിട്ട് പിന്നെ ഒരു 0 കൂടി ഇട്ട് കൊടുത്താൽ മതി. 1 ഇൻറ്റു 2 2, 2 ഇൻറ്റു 2 4, പിന്നെ ഒരു 0 കൂടി ഇട്ട് കൊടുക്കുമ്പോൾ 420 ആവും. സോ 420/2 എന്നാണ് വരിക. അത് 210 ആണ് ആൻസർ വരിക. അപ്പോൾ ഒന്നാമത്തെ ചോദ്യത്തിന് ആൻസറായി. ഇനി രണ്ടാമത്തെ ചോദ്യം ചോദിക്കുന്നത് ഫൈൻഡ് ദ സം ഓഫ് ഫസ്റ്റ് 10 ഈവൺ നമ്പേഴ്സ്. ആദ്യത്തെ 10 ഈവൺ നമ്പേഴ്സിൻ്റെ സമ്മ് കണ്ടുപിടിക്കാനാണ് പറയുന്നത്. സോ നമുക്കറിയാം ഈവൺ നമ്പേഴ്സിൻ്റെ സമ്മ് കണ്ടുപിടിക്കാനുള്ള ഫോർമുല Sn ഈസ് ഈക്വൽ ടു n ഇൻറ്റു n+1. ഇവിടെ /2 ഉണ്ട്, ഇവിടെ /2 ഇല്ല, അതേ വ്യത്യാസമുള്ളൂ. സോ n ഇവിടെ 10 ആണ്. അപ്പോൾ Sn ഈസ് ഈക്വൽ ടു അല്ലെങ്കിൽ x10 ഈസ് ഈക്വൽ ടു 10 ഇൻറ്റു 10+1 എന്താ വരിക? 10 ഇൻറ്റു 11. അത് എത്രയാണ്? 110 അല്ലേ. 10 ഇൻറ്റു 11 എന്ന് പറയുമ്പം എത്ര വരുന്നത്? 110 ആൻസർ വരിക. അത് വേണമെങ്കിൽ നിങ്ങൾക്ക് സീറ്റിൽ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് ആ ഒരു ആൻസറും കിട്ടിയിട്ടുണ്ട്. ഇനി മൂന്നാമത് ചോദിക്കുന്നത് ഫൈൻഡ് ദ സം ഓഫ് ഫസ്റ്റ് 15 ഓഡ് നമ്പേഴ്സ്. ആദ്യത്തെ 15 ഓഡ് നമ്പേഴ്സിൻ്റെ സമ്മ് കണ്ടുപിടിക്കാൻ. സോ 15 ഓഡ് നമ്പേഴ്സിൻ്റെ സമ്മാണ് കണ്ടുപിടിക്കേണ്ടത്. നമുക്കറിയാം ഓഡ് നമ്പേഴ്സിൻ്റെ സമ്മ് കണ്ടുപിടിക്കാനുള്ള ഫോർമുല Sn ഈസ് ഈക്വൽ ടു n² എന്നുള്ളതാണ്. ഇവിടെ n 15 ആണ്. അപ്പോൾ നമ്മൾ എന്ത് വരും? S15 ഈസ് ഈക്വൽ ടു 15ൻ്റെ സ്ക്വയർ. 15ൻ്റെ സ്ക്വയർ എന്ന് പറയുമ്പം 15 ഇൻറ്റു 15 നമ്മൾ സൈഡിൽ ചെയ്ത് നോക്കാം. 15 ഇൻറ്റു 15, 5 5 25, 2 1 5 5 2 7, 1 5 5, 1 1 5 12 2. ഇപ്പോൾ 225 എന്നാണ് നമുക്ക് ആൻസർ കിട്ടുന്നത്. സോ S15 ഈസ് ഈക്വൽ ടു 225. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഓഡ് നമ്പേഴ്സിൻ്റെയും ഈവൺ നമ്പേഴ്സിൻ്റെയും നാച്ചുറൽ നമ്പേഴ്സിൻ്റെ ഒക്കെ സമ്മ് ചോദിച്ചാൽ ഈ ഒരു ഫോമുല ഉപയോഗിക്കുകയാണെങ്കിൽ എളുപ്പമായിരിക്കും. അതല്ലാതെ നമുക്ക് ഈ ഒരു ഫോമുല ഉണ്ടല്ലോ, നമ്മളിപ്പം ഇത്രയും നേരം ഉപയോഗിച്ച ഫോമുല ഉപയോഗിച്ചിട്ടും ചെയ്യാം. പക്ഷെ ഇത് സ്പെസിഫിക് ആയിട്ട് പഠിച്ച് വെക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിനേക്കാൾ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും. സോ ആ ഒരു കാര്യം ഒന്ന് ഓർത്ത് വെക്കാം. ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. നമ്മൾ സമ്മിൻ്റെ ഭാഗത്തു നിന്ന് എക്സാമിന് വരാൻ ചാൻസ് ഉള്ള ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും ഇത് ശ്രദ്ധിച്ചിരിക്കുക. ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ ഒരിക്കലും മിസ് ഔട്ട് ചെയ്യരുത്. ഇതെന്തായാലും പഠിച്ചിട്ട് പോവാം. ഇപ്പോൾ ചോദ്യം ഇതാണ്: ഹൗ മച്ച് മോർ ഇസ് ദ സം ഓഫ് ദ ഫസ്റ്റ് 25 ടേംസ് ഓഫ് ദ AP 15, 21, 27 etc. than the sum of the first 25 terms of the AP 7, 13, 19 etc. എന്താണ് ചോദിക്കുന്നത്? 7, 13, 19 etc. എന്ന അരിത്മെറ്റിക് സീക്വൻസിൻ്റെ ആദ്യത്തെ 25 ടേംസിൻ്റെ സമ്മിനേക്കാളും എത്ര കൂടുതലാണ് 15, 21, 27 എന്ന അരിത്മെറ്റിക് സീക്വൻസിൻ്റെ ആദ്യത്തെ 25 ടേംസിൻ്റെ സമ്മ്? അതാണ് ചോദിക്കുന്നത്. അപ്പോൾ ഞാൻ ആൻസർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഇപ്പോൾ എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ അതവിടെ ഇരിക്കട്ടെ. ആൻസർ ചെയ്യുമ്പോൾ അത് ക്ലിയർ ആയിക്കോളും. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും ആൻസർ ചെയ്യാം. അപ്പോൾ ആൻസറാണ് കണ്ടുപിടിക്കേണ്ടത്. പിന്നെ നമുക്ക് ഇതിൽ ഏതെങ്കിലും ഒരു അരിത്മെറ്റിക് സീക്വൻസിൻ്റെ സമ്മ് കണ്ടുപിടിക്കുക. ഫസ്റ്റത്തെ അരിത്മെറ്റിക് സീക്വൻസിൻ്റെ എടുക്കുക 15, 21, 27 etc. ഓക്കെ, ഇതിൻ്റെ സമ്മാണ് ആദ്യം കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ സം ഓഫ് ഫസ്റ്റ് 25 ടേംസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. സോ n എന്ന് പറയുന്നത് 25 ആണ്. നമ്മുടെ ഫോർമുല എന്താണ്? Sn ഈസ് ഈക്വൽ ടു n/2 ഇൻറ്റു x1 പ്ലസ് xn. ഓക്കെ, ഇവിടെ x1 എന്ന് പറയുന്നത് ഒന്നാമത്തെ ടേം, അത് എത്രയാണ്? 15.
ഇനി എക്സ് എൻ എന്ന് പറയുമ്പോൾ 25ാമത്തെ ടേം ആണ്, അത് കണ്ടുപിടിക്കണം. സോ അതിന് നമ്മുടെ ഫോമുല ഉപയോഗിക്കാം. എക്സ് എൻ ഇസ് ഈക്വൽ ടു ഡി എൻ പ്ലസ് എഫ് മൈനസ് ഡി എന്ന് പറയുന്ന ഫോമുല ഉപയോഗിക്കാം. അതിൽ ഡി എന്താണ്? കോമൺ ഡിഫറൻസ്. കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നത് 21-ൽ നിന്ന് 15 കുറക്കുക 6 കിട്ടുക. ഫസ്റ്റ് ടേം എന്ന് പറയുമ്പോൾ x1 തന്നെയാണ്, അത് 15. ഓക്കെ, ഇനി നമുക്കത് നമ്മുടെ ഇക്വേഷനിൽ ഇട്ട് കൊടുക്കാം. x25 ഇസ് ഈക്വൽ ടു ഡി എന്ന് പറയുന്നത് 6 ഇൻറ്റു എൻ എന്ന് പറയുമ്പം 25 പ്ലസ് എഫ് എന്ന് പറയുമ്പം 15 മൈനസ് ഡി എന്ന് പറയുമ്പം 6. അപ്പോൾ x25 ഇസ് ഈക്വൽ ടു 6 ഇൻറ്റു 25 എന്ന് പറയുന്നത് 150 ആണ്, പ്ലസ് 15 മൈനസ് 6 എന്ന് പറയുമ്പോൾ 9. അപ്പോൾ 159 ആണ് കിട്ടുക. അപ്പോൾ 159 എന്ന് കിട്ടിയിട്ടുണ്ട്. നമുക്ക് നമ്മുടെ ഫോമുലയിൽ ഇട്ട് കൊടുക്കാം. സം ഓഫ് ഫസ്റ്റ് 25 ടേംസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. x25 ഇസ് ഈക്വൽ ടു n/2 ആണ്. അപ്പോൾ 25/2. x1 എന്ന് പറയുന്നത് 15, xn അഥവാ x25 എന്ന് പറയുന്നത് നമ്മളിപ്പോൾ കണ്ടുപിടിച്ചു 159. അപ്പോൾ 159 പ്ലസ് 15 എത്രയാണ്? 174 ആണ് കിട്ടുക അല്ലേ? 9 + 5 6, 9 + 5 14, അപ്പോൾ 4 പിന്നെ 1, അപ്പോൾ 7 പിന്നെ 1, അപ്പോൾ 174 ആണ് കിട്ടുക. സോ അപ്പോൾ 25/2 ഇൻറ്റു 174 എന്ന് വരും. 174നെ 2 വെച്ച് ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എത്ര കിട്ടും? 87 അല്ല, 87 അല്ലേ കിട്ടുക? 87 ആണ് കിട്ടുക. 87 × 2 എന്ന് പറയുന്നത് 174 ആണ്. സോ 87 ആണ് കിട്ടുക. അപ്പോൾ x25 എന്ന് പറയുന്നത് 25 × 87 ആണ്. സോ 25 × 87 ചെയ്യുക. 5 × 7 35, 3 2 7 14 + 3 17, 8 5 എന്ന് പറയുന്നത് 40, പിന്നെ 4 8 2s are 16 + 4 20. അപ്പോൾ 5 7 1 2 2175 ആണ് കിട്ടുക. അപ്പോൾ 2175 ആയിരിക്കും സം ഓഫ് ഫസ്റ്റ് 25 ടേംസ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു അരിതമെറ്റിക് സീക്വൻസിൻ്റെ കണ്ടുപിടിച്ചു. ഇനി നമുക്ക് അടുത്ത് തന്നിട്ടുള്ളത് ഈ അരിതമെറ്റിക് സീക്വൻസ് ആണ്. സോ അതിൻ്റെയും കൂടി കണ്ടുപിടിക്കാം. ഇതുപോലെ തന്നെ 7, 13, 19 എക്സെട്ര. ഇതിൻ്റെ ഫസ്റ്റ് 25 സീക്വൻസിൻ്റെയും ഫസ്റ്റത്തെ 25 ടേമുകളുടെ സമ്മാണ് കണ്ടുപിടിക്കേണ്ടത്. സോ n എന്ന് പറയുന്നത് ഇവിടെയും 25 ആണ്. പിന്നെ x1 നമുക്ക് ആവശ്യമുണ്ട് അല്ലേ? Sn is equal to n/2 ഇൻറ്റു x1 പ്ലസ് xn എന്നുള്ളതാണ്. സോ x1 എന്ന് പറയുമ്പം 1ാമത്തെ ടേം, അത് 7. xn എന്ന് പറയുമ്പം 25ാമത്തെ ടേം ആണ്. അത് കണ്ടുപിടിക്കണമെങ്കിൽ നമ്മുടെ ഫോമുല ഉപയോഗിക്കുക. xn is equal to dn പ്ലസ് f മൈനസ് d. d എന്ന് പറയുമ്പം കോമൺ ഡിഫറൻസ്, 2ാമത്തെ ടേമിൽ നിന്ന് 1ാമത്തെ ടേമിന് മൈനസ് ചെയ്യുക. എത്രയാണ് വരിക? 13 7 പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 6 വരും. പിന്നെ എഫ് എന്ന് പറയുന്നത് ഫസ്റ്റ് ടേം, അത് 7 ആണ്. അപ്പോൾ നമ്മൾ അത് വെച്ചിട്ട് 25ാമത്തെ ടേം കണ്ടുപിടിക്കുക. x25 ഇസ് ഈക്വൽ ടു ഡി എൻ എന്നുള്ളതാണ്. d6, n എന്ന് പറയുന്നത് 25 പ്ലസ് എഫ് എന്ന് പറയുന്നത് 7 മൈനസ് ഡി എന്ന് പറയുന്നത് 6. സോ നമുക്ക് എന്ത് കിട്ടും? 6 × 25 150 പ്ലസ് 7 - 6 1. അപ്പോൾ 151 ആണ് കിട്ടുക. ഓക്കെ, അപ്പോൾ x25 എന്ന് പറയുന്നത് 151 ആണ്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് s25. അപ്പോൾ നമുക്കറിയാം ഫോമുല എന്ന് പറയുന്നത് Sn is equal to n/2 × x1 പ്ലസ് xn. അപ്പോൾ n എന്ന് പറഞ്ഞാൽ ഇവിടെ 25 ആണ് /2. x1 എന്ന് പറയുമ്പോൾ ഇവിടെ എത്രയായിരുന്നു? 7. സോ 7 പ്ലസ് xn എന്ന് പറയുമ്പോൾ x25 151. അപ്പോൾ എന്ത് വരും? 25/2 151 പ്ലസ് 7 എന്ന് പറയുന്നത് 158 ആണ്. സോ നമുക്ക് 158നെ 2 വെച്ച് ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എത്ര കിട്ടുക? 150ൻ്റെ പകുതി 75 ആണ്, 8ൻ്റെ പകുതി 4 ആണ്. സോ 75 + 4 79. ഓക്കെ, പിന്നെ നമ്മൾ എന്ത് ചെയ്യുക? 25 × 79 ചെയ്യുക. 5 9 എന്ന് പറയുന്നത് എത്ര കിട്ടും? 45 അല്ലേ? പിന്നെ 4 2 9 എന്ന് പറയുന്നത് 18, 18 + 4 22, 7 5 35, 3 7 2 14 3 17. സോ 5 2 5 7 7 8 9 1. അപ്പോൾ ഇതിൻ്റെ ആൻസർ വരുന്നത് 1975 എന്നുള്ളതാണ്. അപ്പോൾ നമ്മളോട് ചോദിക്കുന്നത് ഈ സീക്വൻസിൻ്റെ സമ്മ്, ഇപ്പം നമ്മളോട് ചോദിച്ചിട്ടുള്ളത് 15, 21, 27 എക്സെട്ര എന്ന് പറയുന്ന അരിത്മെറ്റിക് സീക്വൻസിൻ്റെ സമ്മ് 7, 13, 19 എക്സെട്ര എന്ന് പറയുന്ന അരിത്മെറ്റിക് സീക്വൻസിൻ്റെ സമ്മിനേക്കാൾ എത്ര കൂടുതലാണെന്നുള്ളതാണ് അല്ലേ? അപ്പോൾ രണ്ടിലും ആദ്യത്തെ 25 ടേമുകളുടെ സമ്മാണ് നമ്മൾ എടുത്തത്. അപ്പോൾ ഇതിനേക്കാൾ എത്ര കൂടുതലാണ് ഇത് എന്നാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ എന്താണ് നമ്മൾ എഴുതേണ്ടത്?
ഹൗ മച്ച് മോർ. അപ്പോൾ ഹൗ മച്ച് മോർ എന്നുള്ളത് കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക? ഫസ്റ്റ് സം ഓഫ് ഫസ്റ്റ് 25 ടേംസ് ഓഫ് ദ AP 15, 21, 27 എക്സെട്ര. അതിൽ നിന്ന് എന്ത് കുറക്കുക? നമുക്കിപ്പോൾ കിട്ടിയ സം ഓഫ് ഫസ്റ്റ് 25 ടേംസ് ഓഫ് ദ AP 7, 13, 19 എക്സെട്ര. ഇത് നമ്മൾ കുറച്ച് നമുക്ക് ആൻസർ കിട്ടും. അപ്പോൾ നമുക്ക് ഈ ഒരു സീക്വൻസിൻ്റെ ആദ്യത്തെ 25 ടേമുകളുടെ സമ്മ് 2175 മൈനസ് ഇപ്പോൾ ഈ ഒരു സീക്വൻസിൻ്റെ ആദ്യത്തെ 25 ടേമുകളുടെ സമ്മ് 1975. സോ ആൻസർ എന്താ വരിക? 2175 നിന്ന് 1975 കുറക്കുക. 5 നിന്ന് 5 പോയാൽ 0, 7 നിന്ന് 7 പോയാൽ 0. അപ്പോൾ 1 9 കുറക്കാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ ഇവിടെ നിന്ന് 1 കടം എടുക്കുകയാണ്. സോ ഇവിടെ 11 ആവും. ഇവിടെ 11 ആവും അല്ലേ? ഓക്കെ. അപ്പോൾ 11 - 9 2 ആണ് വരിക. ഇവിടെ 1 - 1 0 ആണ്. സോ അവിടെ ഇല്ല. അപ്പോൾ 200 ആണ് നമുക്ക് ആൻസർ കിട്ടുന്നത്. ഓക്കെ. ഇതാണ് നമ്മുടെ ആൻസർ. അഥവാ ഈ സീക്വൻസിൻ്റെ 25 ടേമുകളുടെ സമ്മും ഈ സീക്വൻസിൻ്റെ 25 ടേമുകളുടെ സമ്മും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് 200 ആണ്. ഇങ്ങനെ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആൻസർ ആയിട്ടുണ്ട്. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കാം. ക്ലിയർ ആയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അടുത്തായിട്ട് നമ്മൾ ചാപ്റ്ററിൻ്റെ ലാസ്റ്റ് ടോപ്പിക്കിലേക്ക് എടുക്കുകയാണ്. ആൽജിബ്രിക് ഫോം ഓഫ് ദ സം ഓഫ് ദ ഫസ്റ്റ് n ടേംസ് ഓഫ് എൻ AP. അതാണ് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് നമ്മുടെ xn പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ? xn = dn + f - d എന്നുള്ളത് പഠിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ Sn പഠിച്ചു. Sn എന്ന് പറയുന്നത് എന്താണ്? n/2 × x1 + xn. ഈ ഫോമുല പഠിച്ചു. ഇപ്പം നമ്മൾ പഠിക്കാൻ പോകുന്നത് സം ഓഫ് n ടേംസിൻ്റെ ആൽജിബ്രിക് ഫോമുല കണ്ടുപിടിക്കാനുള്ള ഒരു ഫോമുലയാണ്. ഓക്കെ. അതായത് നമുക്കൊരു സീക്വൻസിൻ്റെ സം ഓഫ് n ടേംസിൻ്റെ ആൽജിബ്രിക് ഫോമുല എഴുതാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ പറയുന്ന ഇക്വേഷനാണ് യൂസ് ചെയ്യേണ്ടത്. ഇക്വേഷൻ ഇത്രയേ ഉള്ളൂ. Sn = നമ്മുടെ xnൽ d എന്താവും? d/2 ആവും. n എന്താവും? n² ആവും. f തന്നെയാണ്. മൈനസ് d എന്നുള്ളത് വീണ്ടും d/2 ആവും. പിന്നെ അവിടെ ഒരു n കൂടെ വരും. ഇതാണ് പ്രത്യേകത. ഓക്കെ. ഈ ഇക്വേഷൻ നിങ്ങൾ പഠിച്ചു വെക്കുക. അതായത് ഡിക്ക് പകരം d/2, എന്നിന് പകരം n², f തന്നെയാണ്. പിന്നെയും ഡിക്ക് പകരം d/2, എക്സ്ട്രാ ഒരു n കൊണ്ടുവന്നു. ഇവിടെയും ഒരു എക്സ്ട്രാ n, ഇവിടെയും ഒരു എക്സ്ട്രാ n. അതാണ് ഇവിടെ വന്നത്. പിന്നെ d/2 ആക്കി. അപ്പോൾ ഈ ഒരു ഫോമുല നിങ്ങൾ പഠിച്ചു വെക്കുക. ഇതുമായിട്ട് കമ്പയർ ചെയ്ത് പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എളുപ്പത്തിൽ പഠിക്കാൻ പറ്റും. അപ്പോൾ ഈ ഒരു ഫോമുല വെച്ചിട്ടാണ് ആൽജിബ്രിക് ഫോം ഓഫ് ദ സം ഓഫ് ദ ഫസ്റ്റ് n ടേംസ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഈ ഫോമുല നമ്മൾ യൂസ് ചെയ്യുന്നത് ജസ്റ്റ് nth ടേമിനുള്ള ആൽജിബ്രിക് ഫോം അല്ലേ? ആൽജിബ്രിക് ഫോം കണ്ടുപിടിക്കുക. അതല്ലെങ്കിൽ ഫോമുല ഫോർ nth ടേമാണ് നമ്മൾ ഇത് യൂസ് ചെയ്യുക. ഇതെപ്പോൾ യൂസ് ചെയ്യുക? പ്രത്യേകിച്ച് നമ്മളോട് എടുത്ത് പറയും ആൽജിബ്രിക് ഫോം ഓഫ് ദ സം ഓഫ് n ടേംസ്. ഓക്കെ. സമ്മിൻ്റെ ഒരു കാര്യം പറയുന്നുണ്ടെങ്കിൽ മാത്രമാണ്, സമ്മിൻ്റെ ആൽജിബ്രിക് ഫോം കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ മാത്രമാണ് നമ്മൾ ഈ ഫോമുല യൂസ് ചെയ്യേണ്ടത്. അപ്പം ഈ ഫോമുല യൂസ് ചെയ്തിട്ട് എങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് വരാമെന്നൊക്കെ നോക്കാം. അതിനുമുമ്പ് ഒരു കാര്യം പറയാം. നമുക്ക് ഈ ഒരു ഫോമിലാണ് വരിക. Sn = ഇപ്പം 2n² + n. ഇങ്ങനെയാണ് വരിക. ഓക്കെ. ഒരു n² ടേം ഉണ്ടാവും, ഒരു n-ൻ്റെ ടേം ഉണ്ടാവും. നമ്മുടെ xnൻ്റെ കാര്യമാണെങ്കിൽ എങ്ങനെയായിരുന്നു? ജസ്റ്റ് ഒരു നമ്പറും ഒരു n-ൻ്റെ കോഎഫിഷ്യൻ്റ് ഉള്ളൊരു നമ്പറും പിന്നെ അതുപോലെ തന്നെ ഒരു കോൺസ്റ്റൻറ്റും ഉണ്ടാവും അല്ല. ഈ രീതിയിലാണ് xnൻ്റെത് വരിക. Sn-ൻ്റെതാണെങ്കിൽ n² ഉണ്ടാവും. അതാണ് പ്രത്യേകത. പിന്നെ ഇപ്പുറത്തായിരിക്കും n ഉണ്ടായിരിക്കുക. ഓക്കെ. ഇവിടെ n-ഉം കോൺസ്റ്റൻറ്റും, ഇവിടെ n²ഉം n-ഉം. ഓക്കെ. ആ ഒരു വ്യത്യാസം ഒന്ന് മനസ്സിലാക്കി വെക്കാൻ നമുക്ക് ആവശ്യമുണ്ട്. അതുകൊണ്ടാണ്. പിന്നെ നമ്മളോട് ഈ രണ്ട് ഇക്വേഷനിലാണെങ്കിലും ചിലപ്പോൾ നമ്മളോട് കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കാൻ ഡയറക്റ്റായിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ കോമൺ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ 2 ആയിരിക്കും. കാരണം dn എന്നാണ് വരുന്നത്. സോ കോമൺ ഡിഫറൻസ് 2 ആയിരിക്കും. ഇവിടെ എന്ന് പറയുന്നത് d/2 n² നേരെയാണ് 2n² ഉള്ളത്. സോ d/2 = 2. അങ്ങനെയാണെങ്കിൽ d എന്ന് പറയുന്നത് 2 × 2 4. ആ രീതിയിൽ വേണം കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഇവിടുന്ന് നമ്മളോട് ഫസ്റ്റ് ടേം കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ നമുക്കറിയുന്ന കാര്യം f - d = 5 അല്ലേ? xn = dn + f - d എന്നുള്ളതാണ്. dnന് പകരം 2n തന്നു. സോ d2. ഇനി f - dക്ക് പകരമാണ് 5 വന്നിട്ടുള്ളത്. അപ്പോൾ f - d എന്ന് പറയുന്നത് 2 = 5. അപ്പോൾ f = 5 + 2 7. ആ രീതിയിൽ കണ്ടുപിടിക്കാം. ഇനി ഈ ഫോമിൽ തന്നിട്ട് നമ്മളോട് f കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ
നമുക്കറിയുന്ന കാര്യം ഇവിടെ എങ്ങനെയായിരുന്നു, എസ് എൻ ഇസ് ഈക്വൽ ടു ഡി ബൈ ടു എൻ സ്ക്വയർ പ്ലസ് എഫ് മൈനസ് ഡി ബൈ ടു എന്നുള്ളതായിരുന്നു. സോ അതിൽ നമ്മളോട് എഫ് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ ഈ എന്നിന് മുകളിലുള്ള ടേമാണ് എഫ് മൈനസ് ഡി ബൈ ടു അല്ലേ, എന്നിന് മുകളിലുള്ള ടേമാണ് എഫ് മൈനസ് ഡി ബൈ ടു. സോ എഫ് മൈനസ് ഡി ബൈ ടു ഇസ് ഈക്വൽ ടു ഇവിടെ എന്നിന് മുകളിൽ 1 ആണുള്ളത്. സോ 1. ഇനി എഫ് നമുക്ക് കണ്ടുപിടിക്കണം. ഡി ബൈ ടു എന്ന് പറയുമ്പം ഡിഫറൻസ് നമ്മൾ കണ്ടുപിടിച്ചു 4 ആണ്. സോ 4/2 ഇസ് ഈക്വൽ ടു 1. അപ്പോൾ എഫ് മൈനസ് 4/2 എന്ന് പറയുന്നത് 2 ഇസ് ഈക്വൽ ടു 1. അങ്ങനെയാണെങ്കിൽ എഫ് ഇസ് ഈക്വൽ ടു 1 + 2 3. അപ്പോൾ ഈ രീതിയിൽ ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് വരാം ചിലപ്പോൾ. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു കാര്യം ഒന്ന് മനസ്സിലാക്കി വെക്കാം. ഈ ഒരു ഇക്വേഷൻ തന്നിട്ട് കോമൺ ഡിഫറൻസ് ഫസ്റ്റ് ടൈം കണ്ടുപിടിക്കാൻ ചോദിക്കും. അതല്ലെങ്കിൽ ഈ ഇക്വേഷൻ തന്നിട്ട് കോമൺ ഡിഫറൻസ് ഫസ്റ്റ് ടൈം കണ്ടുപിടിക്കാൻ ചോദിക്കും. അതല്ലെങ്കിൽ ഡയറക്റ്റായിട്ട് എന്താ പറയുക, ഒരു 1ാമത്തെ ടേം കണ്ടുപിടിക്കുക അല്ലെങ്കിൽ 10ാമത്തെ ടേം കണ്ടുപിടിക്കുക എന്നൊക്കെ പറയുമ്പോൾ ഈ ഒരു ഇക്വേഷനിൽ എന്നിന് പകരം നമ്പർ ഇട്ട് കൊടുക്കുക. ഈ ഒരു ഇക്വേഷൻ വെച്ചിട്ട് 10 ടേമുകളുടെ സം കണ്ടുപിടിക്കുക അല്ലെങ്കിൽ 20 ടേമുകളുടെ സം കണ്ടുപിടിക്കുക എന്നൊക്കെ പറയുമ്പോൾ എന്നിന് നമ്മൾ ആ ഒരു നമ്പർ ഇട്ട് കൊടുത്ത് ചെയ്താൽ മതി. അപ്പോൾ ഇതാണ് ഈ 2 ഇക്വേഷൻ തമ്മിലുള്ള വ്യത്യാസം. അതുപോലെ തന്നെ ഇതിൽ നിന്ന് എങ്ങനെയാണ് കോമൺ ഡിഫറൻസ്, അതുപോലെ തന്നെ എങ്ങനെയാണ് ഫസ്റ്റ് ടൈം കണ്ടുപിടിക്കുക എന്നൊക്കെ ഉള്ളതൊന്ന് മനസ്സിലാക്കി വെക്കുക, നമുക്ക് ആവശ്യം വരും. ഈ ഒരു ഭാഗത്ത് നിന്ന് നമ്മളോട് ചോദിക്കുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്ക് ചെയ്യാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ the nth term of some arithmetic sequences are given below. Find the sum of the first n terms of each. താഴെ തന്നിരിക്കുന്നത് ചില അരിത്മെറ്റിക് സീക്വൻസുകളുടെ nth ടേം ആണ്. nth ടേമിൻ്റെ സീക്വൻസ് അല്ല, നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. nth ടേമിൻ്റെ ഫോമുലയാണ് നമുക്ക് തന്നിട്ടുള്ളത്. അഥവാ നമുക്ക് ക്വസ്റ്റ്യൻ തന്നിട്ടുള്ളത് xn ആണ് അല്ലേ. nth ടേം എന്ന് പറയുമ്പം xn. നമ്മളോട് ചോദിക്കുന്നത് ഫൈൻഡ് ദ സം ഓഫ് ദ ഫസ്റ്റ് n ടേംസ് ഓഫ് ഈച്ച്. ഈ ഓരോ അരിത്മെറ്റിക് ഈ ഒരു ഫോമുല ഉപയോഗിച്ചുകൊണ്ട് ഇതിൻ്റെ സം ഓഫ് n ടേംസിൻ്റെ ഫോമുല കണ്ടുപിടിക്കാനാണ് പറയുന്നത്. അതായത് എസ്ന് നമ്മൾ കണ്ടുപിടിക്കണം. നമുക്ക് xn തന്നിട്ടുണ്ട്. ഓക്കെ, നമുക്ക് കണ്ടുപിടിക്കേണ്ടത് SN ആണ്. SN കണ്ടുപിടിക്കണം, അതാണ് ചോദിക്കുന്നത്. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ചോദ്യം ഒന്നും കൂടെ ഒന്ന് വായിച്ചു നോക്കാം, അപ്പോൾ ഞങ്ങൾക്ക് ക്ലിയർ ആവും. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ xn is equal to 2n + 3 എന്ന് നമുക്ക് തന്നിട്ടുണ്ട്. നമ്മളോട് ചോദിക്കുന്നത് SN കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. അപ്പോൾ xn is equal to 2n + 3 ആണ്, SN ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമ്മളിതിനെ കമ്പയർ ചെയ്യുകയാണെങ്കിൽ നമുക്കറിയാം xn is equal to dn + f - d ആണ്. അപ്പോൾ ഇവിടെ അതാണ് എന്ത് തന്നിട്ടുള്ളത്, 2n + 3 എന്നുള്ളത് തന്നിട്ടുള്ളത്. സോ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും എന്നിന് മുൻപിലുള്ളത് d ആണ്. സോ എന്നിന് മുൻപിലുള്ള 2 എന്ന് പറയുന്നത് കോമൺ ഡിഫറൻസ് ആണ്. d is equal to 2. ഇനി ഇവിടെ f - d is equal to 3 ആണ് അല്ലേ. f - d is equal to 3 ആണ്. അപ്പോൾ f - 2 ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ 2 ആണ്, ഈസ് ഈക്വൽ ടു 3 ആണെങ്കിൽ എഫ് എന്ന് പറയുന്നത് 3 + 2 5 ആയിരിക്കും. അപ്പോൾ ഫസ്റ്റ് ടേമും ഡിഫറൻസും ഒന്ന് കണ്ടുപിടിച്ച് വെക്കാം. നമ്മുടെ ഈ ഫോമുലയിൽ നിന്ന് തന്നെ കണ്ടുപിടിച്ച് വെക്കാം. നമുക്കിപ്പം SNൻ്റെ ഫോമുലയാണ് ഉണ്ടാക്കേണ്ടത്. SNൻ്റെ ഫോമുല നമ്മളിപ്പോൾ പഠിച്ചിട്ടുണ്ട്. SN is equal to d/2 n² + f - d/2 × n. ഓക്കെ, അപ്പോൾ ഇതിൽ നമ്മളിപ്പോൾ ഈ കിട്ടിയ വാല്യൂസ് ഇട്ട് കൊടുത്താൽ മതി. എന്നിന് ഒന്നും ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല. എന്നിന് ഒന്നും ഇടാതെ തന്നെ d/2 n² എന്ന് പറയുമ്പം d എന്ന് പറയുന്നത് 2 ആണ്. സോ 2/2 n² പ്ലസ് എഫ് എന്ന് പറയുന്നത് 5 ആണ്. 5 മൈനസ് d എന്ന് പറയുന്നത് വീണ്ടും 2 ആണ്. 2/2 n. ഇത് ബ്രാക്കറ്റിലിടാൻ മറക്കരുത്, 2 ടേമുകൾ വരുന്നുണ്ട്. സോ ബ്രാക്കറ്റിലിടുക. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, 2/2 എന്ന് പറയുന്നത് 1 ആണ്. അഥവാ 1 എന്ന് പറയുമ്പോൾ നമ്മൾ ഇടേണ്ട ആവശ്യമില്ല, ഞാൻ ജസ്റ്റ് ഇടുന്നുണ്ട്. 1 n² പ്ലസ് 5 മൈനസ് 2/2. ഇതെങ്ങനെ നമുക്ക് ചെയ്യാം, നമുക്ക് ബട്ടർഫ്ലൈ മെത്തേഡ് യൂസ് ചെയ്യാം അല്ലേ. അപ്പോൾ ഇതിൽ നമ്മൾ ബട്ടർഫ്ലൈ മെത്തേഡിൽ ചെയ്യുകയാണെങ്കിൽ എങ്ങനെ വരും, 5 × 2 മൈനസ് 1 × 2 ഡിവൈഡഡ് ബൈ 1 × 2. അതായത് 5 × 2 10, 10 മൈനസ് 2/2 അഥവാ 8/2 4 ആണ് വരിക. സോ ഇവിടെ 4n. അപ്പോൾ ഇതാണ് നമ്മുടെ ഫോമുല വരുന്നത്. SNൻ്റെ ഫോമുല 1n² + 4n ആണ്. XN തന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് SNൻ്റെ ഫോമുല കണ്ടുപിടിക്കേണ്ടതെന്ന് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അതുപോലെ നമുക്കൊരു ക്വസ്റ്റ്യനും കൂടി ചെയ്തു നോക്കാം. ഇവിടെ തന്നിട്ടുള്ളത് 3n - 2 എന്നുള്ളതാണ്. സോ xn is equal to 3n - 2. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് SN ആണ്. ഫസ്റ്റ് നമ്മൾ കമ്പയർ ചെയ്യുക. നമുക്കറിയാം xn is equal to dn + f - d എന്നുള്ളതാണ് ഫോമുല. അതിൽ ഡിക്ക് നേരാണ് ഇവിടെ 3 ഉള്ളത്. അതുപോലെ f - ഡിക്ക് നേരെ -2 ആണ് ഉള്ളത്. ഓക്കെ, ചിഹ്നം മറക്കരുത്, ഇവിടെ മൈനസ് ഉണ്ട്. സോ -2 തന്നെ എടുക്കാം. അപ്പം ഡിക്ക് നേരെ 3 ആണുള്ളത്. സോ d is equal to 3. ഇനി f - d എന്ന് പറയുന്നത് -2 ആണ്. സോ f - d എന്ന് പറയുന്നത് 3 ആണല്ലോ. 3 is equal to -2.
സോ എഫ് ഇസ് ഈക്വൽ ടു -2 -3 റൈറ്റ് സൈഡിലേക്ക് പോകുമ്പോൾ +3 ആവും. സോ എഫ് ഇസ് ഈക്വൽ ടു 3 - 2 1 എന്നാണ് ആൻസർ വരിക. സോ ഫസ്റ്റ് ടേം 1 ആണെന്ന് നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. എഫ് ഇസ് ഈക്വൽ ടു 1, ഡി ഇസ് ഈക്വൽ ടു 3. ഇനി ഇത് നമുക്കൊരു എസ് എന്നിൻ്റെ ഇക്വേഷൻ ഇട്ട് കൊടുക്കാം. എസ് എന്നിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് d/2 n² പ്ലസ് എഫ് മൈനസ് d/2 n. ഓക്കെ, ഇതിൽ നമ്മൾ ഇട്ട് കൊടുക്കുകയാണ് എസ് എൻ ഇസ് ഈക്വൽ ടു d/2 എന്ന് പറയുമ്പം d3 ആണ്. സോ 3/2 n² പ്ലസ് എഫ് എന്ന് പറയുന്നത് 1 ആണ്. സോ 1 മൈനസ് ഡി എന്ന് പറയുന്നത് വീണ്ടും 3 ആണ്. 3/2 എന്നിട്ട് അതിനെ ബ്രാക്കറ്റിലിട്ടിട്ട് n. അപ്പോൾ ഇത് നമ്മൾ ബട്ടർഫ്ലൈ മെത്തേഡ് ചെയ്യുക. ഇവിടെ ഒരു 1 ഉണ്ടെന്ന് സങ്കല്പിക്കുക. ശേഷം 2 × 1 മൈനസ് 3 × 1 ഡിവൈഡ് ബൈ 2 × 1. ഓക്കെ, 2 × 1 മൈനസ് 3 × 1 ഡിവൈഡ് ബൈ 2 × 1. ആ രീതിയിലാണ് ചെയ്തിട്ടുള്ളത്. സോ എന്ത് കിട്ടും? 2 - 3 അഥവാ -1/2 എന്നാണ് കിട്ടുക. അപ്പോൾ എസ് എൻ ഇസ് ഈക്വൽ ടു 3/2 n² ഉണ്ട്. പിന്നെ ഇവിടെ ഉള്ളത് -1/2 n ആയിരിക്കും അല്ലേ. അപ്പോൾ 3/2 n² - 1/2 n ഇതായിരിക്കും നമ്മുടെ ഫോർമുല. ഇങ്ങനെയാണ് നമ്മൾ ആൻസർ ചെയ്യേണ്ടത്. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കാം. എന്നിന് മുമ്പിൽ കോഎഫിഷ്യൻ്റ് ഉള്ള ഒരു ടേമും അതുപോലെ ഒരു കോൺസ്റ്റൻറ്റ് നമ്പറും ആണ് വരുന്നതെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക അത് എക്സ് എൻ ആണ്. സോ ഇവിടെ എക്സ് എന്നിൽ നിന്ന് എസ് എൻ കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. സോ നമ്മൾ ആ രീതിയിൽ കണ്ടുപിടിച്ചിട്ടുണ്ട്. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം. അടുത്തത് നേരെ ഓപ്പോസിറ്റ് സംഭവമാണ്. ദ സം ഓഫ് ദ ഫസ്റ്റ് n ടേംസ് ഓഫ് സം അരിത്മെറ്റിക് സീക്വൻസസ് ആർ ഗിവൺ ബിലോ. ചില അരിത്മെറ്റിക് സീക്വൻസിൻ്റെ സം ഓഫ് n ടേംസ് താഴെ തന്നിട്ടുണ്ട്. ഫൈൻഡ് ദ nth ടേം ഓഫ് ഈച്ച്. nth ടേം കണ്ടുപിടിക്കുക. സോ സം ഓഫ് n ടേംസ് എന്ന് പറയുമ്പോൾ എസ് എൻ ആണ് തന്നിരിക്കുന്നത് എന്നാണ് പറയുന്നത്. അപ്പോൾ ഒന്നാമത്തെ ആൻസർ ചെയ്താണെങ്കിൽ എസ് എൻ എന്ന് പറയുന്നത് n² + 2n ആണ്. നമ്മളോട് ചോദിക്കുന്നത് എക്സ് എൻ കണ്ടുപിടിക്കാനാണ്, അഥവാ nth ടേം കണ്ടുപിടിക്കാനാണ്. ഓക്കെ, അപ്പം നമ്മൾ എസ് എൻ ഇസ് ഈക്വൽ n² + 2n, എക്സ് എൻ നമ്മൾ കണ്ടുപിടിക്കണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? ആദ്യം കമ്പയർ ചെയ്യാം. എസ് എന്നിൻ്റെ ഇക്വേഷൻ നമുക്കറിയാം. എസ് എൻ ഇസ് ഈക്വൽ ടു d/2 n² പ്ലസ് എഫ് മൈനസ് d/2 n. അപ്പോൾ ഇവിടെ d/2ക്ക് നേരെയാണ് ഇവിടെ 1 ഉള്ളത് അല്ലേ. ഒരു നമ്പറും ഇല്ല എന്നുള്ളതിൻ്റെ അർത്ഥം എന്താ? ഇവിടെ 1 ഉണ്ട് എന്നാണ്. സോ d/2ക്ക് നേരെ 1 ഉണ്ട്. അതിനർത്ഥം d എന്ന് പറയുന്നത് 2 × 1 അഥവാ 2 എന്നാണ്. മനസ്സിലായല്ലോ? d/2ക്ക് നേരെയാണ് ഇവിടെ 1 ഉള്ളത്. സോ d/2 = 1. അപ്പോൾ d എന്ന് പറയുന്നത് ഇത് അപ്പുറത്തേക്ക് പോകുമ്പോൾ മൾട്ടിപ്ലിക്കേഷൻ ആവും. 2 × 1 2. ഓക്കെ, ഇനി ഇവിടെ എഫ് മൈനസ് d/2ക്ക് നേരെയാണ് എന്തുള്ളത്? 2n ഉള്ളത് അല്ലേ. എഫ് മൈനസ് d/2ക്ക് നേരെയാണ് 2 ഉള്ളത്. എഫ് മൈനസ് d/2 എന്നിൻ്റെ നേരെ 2n ആണെങ്കിൽ എഫ് മൈനസ് d/2ക്ക് നേരെ 2. ഓക്കെ, അപ്പോൾ എഫ് മൈനസ് d എന്ന് പറയുന്നത് 2/2 = 2. സോ എഫ് മൈനസ് 1 = 2. അങ്ങനെയാണെങ്കിൽ എഫ് എന്ന് പറയുന്നത് എന്തായിരിക്കും? 2 - 1 റൈറ്റ് സൈഡിലേക്ക് പോകുമ്പോൾ +1 ആകും. സോ 2 + 1 3. ഫസ്റ്റ് ടേം കിട്ടി. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എക്സ് എൻ ആണ്. സോ എക്സ് എന്നിൻ്റെ ഇക്വേഷൻ നമുക്കറിയാം. എക്സ് എൻ ഇസ് ഈക്വൽ ടു dn പ്ലസ് എഫ് മൈനസ് ഡി എന്നുള്ളതാണ്. ഇവിടെ നമ്മൾ ഈ ഒരു ഇക്വേഷൻ വെച്ചിട്ട് കോമൺ ഡിഫറൻസ് 2 ആണെന്നും അതുപോലെ തന്നെ ഫസ്റ്റ് ടേം 3 ആണെന്നും കണ്ടുപിടിച്ചിട്ടുണ്ട്. നമ്മൾ ഇട്ട് കൊടുക്കാം. അപ്പം എക്സ് എൻ ഇസ് ഈക്വൽ ടു ഡി എന്ന് പറയുന്നത് 2n പ്ലസ് എഫ് എന്ന് പറയുന്നത് 3 ആണ്. 3 മൈനസ് ഡി എന്ന് പറയുന്നത് വീണ്ടും 2. അപ്പോൾ എക്സ് എൻ ഇസ് ഈക്വൽ ടു 2n + 1 എന്നുള്ളതാണ് ഫോർമുല വരുന്നത്. ഈ രീതിയിലാണ് നമ്മൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യുക. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ പറയുന്നത് എസ് എൻ ഇസ് ഈക്വൽ ടു 2n² - n എന്നുള്ളതാണ്. സോ എസ് എൻ ഇസ് ഈക്വൽ ടു 2n² - n. നമുക്ക് ഇവിടെയും എക്സ് എൻ ആണ് കണ്ടുപിടിക്കേണ്ടത്. സോ നമ്മൾ ആദ്യം തന്നെ എസ് എന്നിൻ്റെ ഇക്വേഷനായിട്ട് ഒന്ന് കമ്പയർ ചെയ്ത് നോക്കാം. എസ് എൻ ഇസ് ഈക്വൽ ടു d/2 n² പ്ലസ് എഫ് മൈനസ് d/2 n. ഇപ്പോൾ d/2ക്ക് നേരെ ഇവിടെ 2 ആണുള്ളത് അല്ലേ. n² മുമ്പിലുള്ള ടേം d/2ക്ക് നേരെ ഇവിടെ 2 ആണുള്ളത്. സോ d/2 = 2. അങ്ങനെ പറയുമ്പം d എന്ന് പറയുന്നത് 2 അപ്പുറം പോകുമ്പോൾ മൾട്ടിപ്ലിക്കേഷൻ ആവും. 2 × 2 4. ഇനി അതുപോലെ എഫ് മൈനസ് d/2ക്ക് നേരെ ഇവിടെ ഉള്ളത് -1 ആണ്. കാരണം എന്നിന് മുമ്പിൽ ഒരു നമ്പറും ഇല്ലയെന്ന് വെച്ചാൽ അവിടെ 1 ഉണ്ടെന്നാണ്. പിന്നെ ഇവിടെ ഒരു മൈനസ് ചിഹ്നം നമുക്ക് കാണാൻ പറ്റും. സോ -1. അപ്പോൾ എഫ് മൈനസ് d/2 = -1. എഫ് മൈനസ് ഡി നമ്മൾ കണ്ടുപിടിച്ചു 4 ആണ്. 4/2 = -1. എഫ് മൈനസ് 4/2 എന്ന് പറയുന്നത് 2 = -1. അങ്ങനെയാണെങ്കിൽ എഫ് എന്ന് പറയുന്നത്
-1 -2 റൈറ്റ് സൈഡിലേക്ക് പോകുമ്പോൾ +2 ആവും. -1 +2 എന്നാണ് വരിക. സോ F is equal to 2 - 1 1. അപ്പോൾ F 1 ആണ്. സോ നമ്മളിവിടെ കോമൺ ഡിഫറൻസും കണ്ടുപിടിച്ചു, ഫസ്റ്റ് ടൈമും കണ്ടുപിടിച്ചു. നമുക്ക് കണ്ടുപിടിക്കേണ്ടതിന് xn ആണ്. xn is equal to dn plus f minus d. സോ xn is equal to d എന്ന് പറയുന്നത് 4 n പ്ലസ് f എന്ന് പറയുന്നത് 1 മൈനസ് d എന്ന് പറയുന്നത് വീണ്ടും 4. അപ്പോൾ xn is equal to 4n. ഇവിടെ 1 - 4 എന്നാണുള്ളത്. 4 - 1 3 ആണ്. പക്ഷെ 1 - 4 എന്ന് വരുമ്പം -3 ആവും അല്ലേ? ചെറുതെന്ന് വലുത് കുറക്കുമ്പം നെഗറ്റീവ് ചിഹ്നമാണ് വരിക. സോ -3. അപ്പോൾ xn is equal to 4n - 3 എന്നുള്ളതാണ് നമുക്ക് ഇവിടെ nth ടേം കിട്ടുന്നത്. ഇത്രയാണ് ഈ ചാപ്റ്റർ ഉള്ളത്. ചാപ്റ്റർ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കുക. അതുപോലെ തന്നെ നമ്മൾ എക്സാം ടൈമിൽ കൂടുതൽ ക്വസ്റ്റ്യൻസ് ചെയ്യുന്നതായിരിക്കും. വീഡിയോൻ്റെ ലെങ്ത് കൂടുന്നതുകൊണ്ടാണ് പരമാവധി ക്വസ്റ്റ്യൻസ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. ബുദ്ധിമുട്ടില്ലെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റിൽ ചോദിക്കുക. അതുപോലെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക. അതുപോലെ നമ്മളുടെ എഫേർട്ടിന് നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക. അടുത്തൊരു വീഡിയോയിൽ അടുത്തൊരു ചാപ്റ്ററുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു.